യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്താണ് നമ്മൾ വായിച്ചത്. ഒരിക്കൽ കൂടി വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബിന്റെ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. വിശ്വാസത്താലുള്ള നീതീകരണം റോമാലേഖനത്തിൽ പൗലോസ് സ്ഥാപിക്കുന്നു. എന്നാൽ യാക്കോബ് പ്രവൃത്തിക്ക് വളരെ ഊന്നൽ കൊടുത്താണ് ലേഖനം എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ അതിന്റെ പ്രാരംഭ ഭാഗത്ത് പരീക്ഷ എന്ന വിഷയത്തെ, അല്ലെങ്കിൽ പരിശോധന, നമ്മൾ രാവിലെ ചിന്തിച്ചു. രണ്ട് കാര്യമാണ്, പരീക്ഷയും പരിശോധനയും. പരീക്ഷ എന്ന് പറയുമ്പോൾ രണ്ട് നിലയില്ല. ഒന്ന്, പാപം ചെയ്യാനുള്ള ആ സാഹചര്യം, അതിനെ ജയിക്കുക. രണ്ട്, പ്രതിസന്ധികൾ, ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളെ ജയിക്കുക. അപ്പോൾ യാക്കോബ് അതാ ഉദ്ദേശിക്കുന്നത്. പാപം പല നിലകളിലുണ്ട്. നമ്മൾ രാവിലെ ചിന്തിച്ചല്ലോ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണ്. അപ്പോൾ പരീക്ഷ എന്നവിടെ ഉദ്ദേശിക്കുന്നത് പാപത്തിന്മേലുള്ള വിഷയമല്ല. അവിടുത്തെ വിഷയം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം, ജയിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. അബ്രഹാം ആ പരീക്ഷയെ ജയിച്ചു. അതാണ് നമ്മൾ കാണുന്നത്. അബ്രഹാം ആ പരീക്ഷയെ, മോനിഞ്ഞു വാ, മോനിവരുടെ കൂട്ടിരിക്കുക, മോളാന്നോ, അബ്രഹാം തനിക്ക് നേരിട്ട പരീക്ഷയെ ജയിച്ചു. നമ്മള് രാവിലെ ചിന്തിച്ച് നിർത്തിയത്, ഇസഹാക്കിനെ കൊണ്ട് യാഗത്തിന് പോകുമ്പോൾ, ഹോമയാഗത്തിനായി പോകുമ്പോൾ, അബ്രഹാം വിശ്വാസത്താലാണ് ബാല്യക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, പിന്നെ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. ഞങ്ങൾ രണ്ടും പോകും, തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും വരും. അതാ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ പോകുന്നത് ചെറുക്കനെ കണ്ടിക്കാനാ. പക്ഷെ അങ്ങനെ കണ്ടിക്കാൻ പോകുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തുവാ? വിശ്വാസം രാവിലെ വായിച്ചത്, അത് വായിക്കേ. രാവിലെ വായിച്ചതല്ലേ? അവരവിടെ ഇരിക്കട്ടെ. നമ്മൾ രാവിലെ വായിച്ച കാര്യം അല്ലെന്ന് അതെന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങ് വായിച്ചാൽ മതിയല്ലോ. ആട്ടെ, അവിടുന്ന് ഇവിടുന്ന് എല്ലാം വായിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17 മുതലാണ് നമ്മൾ രാവിലെ ഒന്ന് ചിന്തിച്ച് നിർത്തിയത്. വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചവൻ തന്റെ
അർപ്പിച്ചു. രണ്ട് വാക്യങ്ങളിലും അർപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായിട്ടില്ല. കത്തിയെടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം നോക്കിയപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു, അതിനെ യാഗം കഴിച്ചതായിട്ടാ. പക്ഷെ ഈ സംഭവം ദൈവം അംഗീകരിച്ചു യാഗമായിട്ട്. കാരണം യാഗം കഴിക്കാൻ ചെന്നവന്റെ ഹൃദയം നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണത്തോടാ. സ്തോത്രത്തിന്റെ ശബ്ദമോ ആക്ഷനൊന്നും അല്ല ദൈവം നോക്കുന്നേ, അത് എന്ത് മനസ്സോടെ ചെയ്യുന്നെന്നുള്ളതാണ്. ഉദ്ദേശശുദ്ധിയാ ദൈവം നോക്കുന്നത്. ഈ അന്ത്യകാലത്തെ ഒരു ലക്ഷണം ഭക്തിയുടെ വേഷം. ഈ വേഷമെന്ന് ചിലർ ഇപ്പോഴും ധരിച്ചു വെച്ചേക്കുന്ന ഈ ഡ്രസ് ധരിക്കുന്ന കാര്യമാണ് ചിലരുടെ ധാരണ. ഇപ്പോഴും അങ്ങനെ ധരിച്ചു വെച്ചേക്കുന്നത്. ഡ്രസ്സായി ഭക്തിയുടെ വേഷമെന്ന് ഒരുമാതിരിപ്പെട്ടവരെല്ലാം അങ്ങനെ ധരിച്ചു വെച്ചേക്കുന്നത്. ഒരു വെള്ള സാരി ഉടുത്തോണ്ട് ഒരു സഹോദരി വന്നാണ് വേഷം കെട്ടുക. ഒരു വെള്ള ഷർട്ടോ ജുബായോ മുണ്ടോ കൊടുത്തൊരു സഹോദരൻ തന്നെ പ്രത്യേക വേഷം. ഇവരോട് വലിയ താല്പര്യമില്ലാത്തവർ കൂടുന്ന് പറഞ്ഞിരിക്കും, ഇതെല്ലാം ഭക്തിയുടെ അതല്ല ഈ ഇതല്ല ഈ വേഷമെന്ന് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നു. ഭക്തി എന്നുള്ളതല്ല എന്റെ വിഷയം. എന്തുവാ ഈ ഭക്തിയുടെ വേഷം? ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തി പറയുക, ഒരുമാതിരിപ്പെട്ടതെല്ലാം വേഷം കെട്ടല. ഈ വേഷം എന്നവിടെ ഉദ്ദേശിക്കുന്നത് വേഷമാണല്ലോ എല്ലാരും കാണുന്നേ. എല്ലാരും ഈ അകത്തെ ബോഡി ആരും കാണുന്നില്ല. എന്നാ പുറമേയുള്ള ഈ വേഷം. ഇന്ന് രാവിലെയും എന്തിയേ പുള്ളി വന്നില്ല, വേഷം കണ്ടേച്ചനോട് പറഞ്ഞു ഇവിടെ കീറിയിരിപ്പുണ്ടെന്ന്. പുള്ളി അതാ കണ്ടുപിടിച്ചു. നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇരുന്നപ്പം വല്ലതും കീറിയ, പുള്ളി അന്നും പറഞ്ഞു ഇരുന്നപ്പോഴല്ല തേച്ചപ്പോഴെങ്ങാണ്ട് കീറിയതാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു. എന്തിനാ വൈകിട്ട് വന്നില്ലെന്ന് തോന്നുന്നു. വരുമോ? വരിക തന്നെ ഒന്നുകൂടെ പറയും. അത് കുറ്റമല്ല. ഞാൻ നിങ്ങളും എല്ലാം ഈ പുറമേ ഉള്ളതാ. അപ്പൊ വേഷം എല്ലാവരും കാണുന്നതാ. അപ്പൊ അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷമെന്ന് പിന്നെ ഉദ്ദേശിച്ചത് ഈ ഡ്രസ്സിന്റെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങളാണ്ട് 3:1 മുതലൊന്ന് വായിച്ചേ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3:1 മുതലല്ലേ? ആ ആ ആ ആ ആ ആ ഉം 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 ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാ. നിങ്ങള് ഇവിടെ എണ്ണി അല്ലാതാണ്ട് 18 കൂട്ടം കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചാൽ 19 ആക്കാം. ഇനിയും കമന്ന് കിടന്ന് അത് എണ്ണാതെ ഇങ്ങോട്ട് നോക്ക്. വീട്ടിൽ പോയെങ്ങാനും എണ്ണ. അപ്പൊ ഈ 18 കൂട്ടം കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഒടുവിൽ പറഞ്ഞത് ഭക്തിയുടെ എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞതെല്ലാം ഈ വേഷം കെട്ടൽ. ഒന്ന് മുതൽ വായത്. അപ്പൊ ശ്രദ്ധിക്കുക, സ്വന്തം കാര്യം മാത്രമാ വിഷയമെങ്കിൽ അത് വേഷം കെട്ടല. മനസ്സിലാകുന്നുണ്ടോ?
ഞാനും എന്റെ ഭാര്യയും എന്റെ പിള്ളേരും മാത്രം. സ്തോത്രം. മനസ്സിലായോ? ഞാനും ഭാര്യയും മക്കളും മാത്രം. പറ. ആ, ഇതായി വേഷം കെട്ടല്. അടുത്തിരിക്കുന്നവന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. കൂടെ ആരാധിക്കുന്ന സഹോദരന്റെ പ്രശ്നങ്ങളോ അവൻ അനുഭവിക്കുന്ന വ്യതകളോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മള് സഭയ്ക്കകത്ത് വന്ന് നന്നായിട്ട് വേഷം കെട്ടുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ, പ്രാർത്ഥനയൊക്കെ കേട്ടെ. പക്ഷെ ഈ പ്രാർത്ഥിക്കുന്ന പലർക്കും സ്വന്തം കാര്യമാണ്. സ്വസ്നേഹികള്. ഞാൻ ആ ഭാഗത്ത് നിന്ന് വല്ലതും പറയണോ? വേണ്ട. ഒന്നുകൂടെ വായിച്ചു. ആ ആ അപ്പൊ ഇത് മറ്റുള്ളവന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അവന് കഷ്ടതയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, ബുദ്ധിമുട്ടിൽ കൂടെ, മറ്റ് ശോധനകളിൽ കൂടിയൊക്കെ കടന്നു, നമുക്കതൊന്നും വിഷയമല്ല. സൺഡേ നമ്മൾ വരിക, വർഷിപ്പ് ആരംഭിക്കുക, മഴയത്ത് കാറിന്റെ വൈപ്പർ ഇട്ട് പോകുന്നത് പോലെ നമ്മൾ 2 മണിക്കൂർ ഒരു കോലാഹലവും ബഹളവും. ഞാൻ എന്നെയും പ്രതിയാക്കിയായി പറയാൻ. അത് ഉദ്ദേശിച്ച പൗലോസ് പറയാ വേഷം കെട്ടല്ല. ഞായറാഴ്ച ഒരു 3 മണിക്കൂർ നമ്മൾ നന്നായിട്ട് പറഞ്ഞു. മടിക്കൊന്നും വേണ്ട, പറഞ്ഞു. ആ, ആരാരാധിക്കുന്നു? ആരാധിക്കുന്നവരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കൂടുതലും വേഷം കെട്ടല. സ്വസ്നേഹികളും പിന്നെ ആ അപ്പൊ ശ്രദ്ധിച്ച് വിവരിക്കുന്നില്ല. എന്തിനാ വെറുതെ? അത് ഇന്നും നാളെയും പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് പറയാനുണ്ട്, തീരുകയല്ല. വർഷിപ്പിന് മക്കളെ നിങ്ങളുടെ കാര്യമല്ല, ആരുടെയും കാര്യമല്ല, ആരെയും ഉദ്ദേശിച്ചല്ല. ഇനി ആ രീതിയിൽ ആരേലും ഉണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചു വാ. 1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ഇവിടെ നിന്ന് ലീഡ് ചെയ്യും വർഷിപ്പ്. അത് തെറ്റാന്നല്ല, നല്ല കാര്യം. പക്ഷെ ഇത് ലീഡ് ചെയ്യുമ്പോഴും ചാടുമ്പോഴും ബഹളം ഉണ്ടാക്കുമ്പോഴും അമ്മയപ്പന്മാരെ അനുസരിക്കാതെ ഇത് ചെയ്യുന്നെങ്കിൽ വേഷം കെട്ടല. ജനിപ്പിച്ച ജനകൻ 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മ. മക്കൾക്ക് ദോഷം വരാൻ അവരൊന്നും പറയുകയല്ല. അവരുടെ നല്ലത് വരാൻ അവർ ആഗ്രഹിക്കുന്നത്. 99% മാതാപിതാക്കളും. അങ്ങനെയുള്ള ആ മാതാപിതാക്കളെ അനുസരിക്കാതെ ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ യോഗമുള്ള സമയത്തൊക്കെ ഞാനും എന്നെയും കൂടെ പ്രതിയാക്കിയ ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ അടിച്ച് നിങ്ങളുടെ കാര്യമേ അല്ല, തെറ്റിദ്ധരിക്കരുത്, നാളെ വരാതെ ഇരിക്കരുത്, ആരെ ഉദ്ദേശിച്ചല്ല. പക്ഷെ അങ്ങനെ ആരേലും ഉണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചു വായി പറയാൻ. ഈ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഇവിടെ നിന്ന് കാണിക്കുന്നെല്ലാം വേഷം കെട്ടല. ഭക്തിയുടെ നിങ്ങൾ ചിലരിപ്പോ ചിന്തിക്കുക വൈകിട്ട് പോകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു, ഇത് കേൾക്കാനായിരുന്നെങ്കിൽ. എന്നാൽ ചിലർക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം. അത് മുഖമൊക്കെ കാണുമ്പോ അറിയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ, അന്ത്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹികളും പിന്നെ എങ്ങനെയും കാശ് സമ്പാദിക്കണം, പൈസ എങ്ങനെയെങ്കിലും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പൈസ ആവശ്യമാണ് എല്ലാവർക്കും, അതില്ലാതെ ഒക്കത്തില്ലല്ലോ. പക്ഷെ അത് സൂത്രത്തിലും ചതിവിലും മറ്റൊരാളെ വഞ്ചിച്ചും ചതിച്ചും അല്ലെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി, സ്തോത്രം, എല്ലാം വേഷം കെട്ടല.
ഇതാ പകുതിയുടെ വേഷം. പ്രാർത്ഥനാ വാചകവും പ്രസംഗമൊക്കെ കേട്ടാൽ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ പറയാം നല്ല പ്രസംഗമാണ്, നമ്മൾ കേട്ടിരിക്കും. പ്രസംഗം ഒരു കലയും കൂടാ. അത് നല്ല കലാപരമായിട്ട് അവതരിപ്പിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. അത് മണിക്കൂറുകൾ കേട്ടിരിക്കും ചിലര്. പക്ഷേ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പിന്നെ വൻപ് പറയുന്നവരും അഹങ്കാരികളി, നിങ്ങള് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത് കേട്ടോ, ക്ഷമിക്കണം. ഇത് എന്നെ ആദ്യം ചൂണ്ടുന്ന ഞാന് സ്റ്റേജിൽ നിന്ന് നന്നായിട്ട് പ്രസംഗിക്കും, നല്ലതുപോലെ ശുശ്രൂഷിക്കും, നന്നായിട്ട് നല്ല ഡീപ്പായിട്ട്. ചെല്ലുപടത്തിൽ അയ്യോ പുള്ളിയുടെ മെസ്സേജ് ഒക്കെ നല്ല ഡീപ്പായിട്ട് പറഞ്ഞിട്ട് എല്ലാവർക്കും കൈ കൊടുക്കാൻ താല്പര്യമില്ല, എല്ലാരോടും മിണ്ടുകയില്ല, സഹകരിക്കത്തില്ല. പാസ്റ്ററെ സ്തോത്രം എന്ന് പറഞ്ഞ് കൈ കൊടുത്താൽ പോലും ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇച്ചിരി കാശും പുത്തനും ചുറ്റുപാടും ഉള്ളവരോടൊരു പ്രത്യേക മമത അടുപ്പവും, അതില്ലാത്തവരോട് അത്ര അടുപ്പമൊന്നും ഇല്ലെങ്കിൽ വെറുകുന്നില്ല. എന്തോ ഉണ്ടാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നു. ഇത് മുഴുവൻ വേഷം കെട്ടല. ഭക്തിയുടെ 2 മണിക്കൂർ 2.5 മണിക്കൂർ സ്റ്റേജിൽ നിന്ന് നന്നായിട്ട് തകർക്കുക. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ വരുന്നവരോടൊന്ന് മിണ്ടാനോ സഹകരിക്കാനോ, നിങ്ങൾ ആരാന്നൊന്നും എന്നോട് പറയും, ഒന്നും നിങ്ങൾക്ക് പലരെ എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ. തന്നെത്താൻ നിങ്ങൾ ശോധന ചെയ്യുക. ഈ കാണിച്ചത് മുഴുവൻ വേഷം കെട്ടല. ഭക്തിയുടെ നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭക്തിയും വൻഭക്തി കേട്ടും ചേർത്തിളക്കി തരം പോലെ, ഭക്തിയും വൻഭക്തി കേട്ടും ചേർത്തിളക്കി തരം പോലെ, ചെപ്പടി കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്, ചെപ്പടി കളി നടത്തും സഭ്യരല്ല കള്ളന്മാര്. കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ, കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ നീ. രണ്ടജന്മാന്മാരെ സേവിച്ചിണ്ടലെന്നെ വസിക്കാമ നുള്ളുകൊണ്ടു നിനക്കുന്ന കള്ളരെ പിടിച്ചു വിട്. കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ. ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയിൽ ലേതുമൊരു നാണം കൂടാതോതിടുന്ന ജഡന്മാരെ, കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ. ദൈവത്തിന്റെ മഹത്വം. നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അന്ത്യകാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ വേഷം കെട്ടല്. അപ്പൊ ഈ വേഷം കെട്ടല് ഡ്രസ്സല്ല അതിന്റെ വിഷയം. വേഷം കെട്ടുക എന്ന് പറഞ്ഞാൽ വേഷമാണല്ലോ ആദ്യം കാണുന്നേ. പുറമേ കാണിക്കുന്ന കാര്യമായി പറഞ്ഞത്. പുറമേ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിണങ്ങരുത്. ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ ഒരു സെന്ററിൽ അല്ലെ ഒരു സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ മിണ്ടുകയില്ല, കയ്യും കൊടുക്കുകയില്ല. സ്ഥാനത്തിന് വേണ്ടി കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, അങ്ങനെ അങ്ങ് പറയാം. എന്നാലും വേഷം കെട്ടൽ കണ്ടിട്ടുണ്ടോ? ആ ജനറൽ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ കർത്തൃമേശ എടുക്കുന്ന സമയത്ത് വേഷം കെട്ടുന്നത് കണ്ടിട്ടുണ്ടോ?
ഹല്ലേലൂയ. നല്ല കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് യോജിക്കാൻ നോക്കുന്നില്ലെന്ന് എനിക്കറിയാം. ആ 2 മണിക്കൂർ നന്നായിട്ട് ഇതെല്ലാവർക്കും അറിയാം. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാം. സൂപ്രണ്ട് ആകാൻ, ഓവർസിയർ ആകാൻ, പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ ഒക്കെ സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ മെടഞ്ഞേച്ച് ആ നിൽക്കുന്ന സമയത്ത് നിൽക്കുന്നവര് തന്നെ അന്യോന്യം യോജിപ്പില്ല, പൊരുത്തവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയ അവസരം കിട്ടുമ്പം. പണ്ടൊക്കെ പേപ്പറില്ല, ഇപ്പൊ അല്ല ഈ ഫേസ്ബുക്കിലും അതിലും ഒക്കെ അല്ലേ വരുന്നേ. ഇതെല്ലാം ചെയ്തേച്ച് വേഷം കെട്ടുന്ന കണ്ടിട്ടില്ലേ? മിണ്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചെല്ലിരിക്കുക, പക്ഷേ ഞങ്ങൾക്ക് ഇതറിയാൻ, പിന്നെ ഞങ്ങൾ മിണ്ടിയാ ഞങ്ങളെ ഈ സെന്ററിൽ നിന്ന് എടുത്തെങ്ങാനും ദൂരെ കളഞ്ഞെങ്കിൽ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എന്നെ എങ്ങോട്ടും കളയാനില്ല, നമ്മൾ സെന്ററിൽ തന്നെ. നമ്മുടെ ഈ വേഷം കെട്ടലെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അത് നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പം അബ്രഹാമിന് തന്റെ വിശ്വാസം എങ്ങനെയാന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി ആ വാക്യം വായിച്ചേ. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ അർപ്പിച്ചു. 2 വാക്യത്തിൽ അർപ്പിച്ചെന്ന. ഇനി അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവം അടുത്തത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണി. കത്തിയെടുത്തതേ ഉള്ളൂ, കൊച്ചനെ കണ്ടിക്കാൻ പോവുക. പക്ഷെ ആ സന്ദർഭത്തിൽ അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ. അപ്പൊ ഞാൻ പകല് പറഞ്ഞു വന്നത്, അന്ന് വരെ ആരും ഉയർത്തിട്ടില്ല. ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വെളിച്ചത്തിൽ ഈ വിശ്വാസം വന്നെന്ന് പറയാം, ഇല്ലേ? ആദാം മരിച്ചു, ഷേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേനാൻ മരിച്ചു, മഗലേൽ മരിച്ചു, യാരദ് മരിച്ചു, മെഥൂശലേക്ക് മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹ മരിച്ചു, എല്ലാം മരിച്ചു. ആരും ഉയർത്തിട്ടില്ല. എല്ലാവരും മരിച്ചു. അങ്ങനെ ആരെയും ഉയർപ്പിച്ചതായിട്ട് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ. ആ വിശ്വാസം എങ്ങനെ വന്നെന്ന ആ ചോദ്യം. വേണമെങ്കിൽ റോമാലേഖനം 4:17 ഇതിനോട് ചേർത്തൊന്ന് വായിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ താൻ വിശ്വസിച്ച ദൈവം. അപ്പൊ ശ്രദ്ധിച്ചേ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, ഉയർപ്പിക്കുന്ന ദൈവം. ഈ വിശ്വാസം എങ്ങനെ വന്നെന്നാ ചോദ്യം. കാരണം അന്ന് വരെ ആരും ഉയർത്തിട്ടില്ല, ആരെയും ഒട്ട് ഉയർപ്പിച്ച. ആകെ ഒരാൾ എടുക്കപ്പെട്ടതേ ഉള്ളൂ, ഹാനോക്ക്. പിന്നെ എങ്ങനെ ഈ വിശ്വാസം വന്നെന്നാ? അവിടെ 2 കസേര ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ സഹോദരിമാർക്ക് കസേര ഇരിക്കും. ഒരു കസേരയും കൊണ്ട് പാസ്റ്റർ ഇങ്ങോട്ട് കൊടുക്കാം. ഇവിടോട്ട് ഇങ്ങോട്ട് കയറിയിരിക്കും. മക്കൾ നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കും. അമ്മയ്ക്ക് കസേര വേണോ? കസേര വേണോന്ന്? ഇതിന് ചെവി ഒന്നും കേൾക്കാൻ. അങ്ങനാണോ? എന്നാ സോറി, എന്നാ പറഞ്ഞു കൊടുക്ക, എന്നെ കന്നഡ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്റെ ദൈവമേ.
നിരങ്ങാതെ അങ്ങോട്ട് മുന്നോട്ട് കയറും. അങ്ങ് ഇങ്ങോട്ട് ഇരുന്നോ തന്നെ. വേണ്ട. ഇവർക്ക് എന്നെ കാണാനും വേണം. അപ്പൊ ഇന്ന് വരെ ആരും ഉയർത്തിട്ടില്ല, ഒരുത്തരും ഉയർത്തിട്ടില്ല. ആരെ ഉയർപ്പിച്ചതായിട്ട് കേട്ട് കേൾവിയില്ല. ആദ്യത്തെ മനുഷ്യൻ ആദാം മരിച്ചു, ഉയർത്തതായിട്ടില്ല. അതാന്നല്ലോ തുടക്കം. പിന്നെ ശേത്തും ഏനോശും കേനാനും മകളിൽ ആരും ഉയർത്തിട്ടില്ല, ഒരുത്തരും ഉയർത്തിട്ടില്ല. ഉയർത്തതായിട്ടൊരു കേട്ട് കേൾവി ഇന്നത്തെ പോലെ വലിയ ഉയർപ്പിന്റെ ശുശ്രൂഷയൊന്നും അന്നില്ല. ഇപ്പോൾ ഒത്തിരി പേര് ഉയർപ്പിക്കുന്നുണ്ട്, പക്ഷെ ഉയർക്കുന്നില്ല. ഡെഡ് ബോഡിയും വെച്ചോണ്ട് നിന്ന് കിടന്ന് കാറുക. ഞാൻ പേര് പറയണോ? നിങ്ങളും പോയായിരുന്നു തോന്നുന്നു. എന്നോട് ഒരാൾ പറഞ്ഞു, അച്ഛാ ഞാൻ ചെന്ന് വെട്ടിനകത്ത് വീണെന്ന്. ഇറങ്ങി പോരാനും ഒക്കുകയല്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരടക്കത്തിന് ഞാൻ ചെന്നു. അന്നേരം ഭയങ്കര ആളാ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പം വേറെ അച്ഛാ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ? ഇന്നലെ രാത്രി ഇവിടെ ഉയർക്കുമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാ, ഉയർപ്പിച്ചില്ലെങ്കിൽ ഇന്ന് വലിയ പ്രശ്നം അവിടെ, നാട്ടുകാർ ഇളകി നിൽക്കുകയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതെല്ലാം ചെല്ലട്ടെ. ചെന്നപ്പോ എനിക്ക് മനസ്സിലായി പരുവക്കേടാന്ന്. ഞാൻ ലീഡ് ചെയ്തതിനോട് പറഞ്ഞു, എനിക്ക് ധൃതിയുണ്ട്, മൈക്ക് ഇങ്ങനെ രണ്ട് കാര്യം പറഞ്ഞു വെച്ച് ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്ഥലം കാലിയാക്കി. എനിക്ക് തല്ല് കൊള്ളാൻ വയ്യ. ഉയർത്തില്ല. പരുത്തമ്പാറ കല്ലറയിൽ ഇപ്പോഴും ചിലപ്പോ അസ്ഥി കാണുമായിരിക്കും. അങ്ങനെ ഒത്തിരി വിദ്വാന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഒത്തിരി പേരുണ്ട്. ആട്ടെ, ആ വിഷയം വിട്ടേക്കാം. അപ്പൊ ഇന്ന് വരെ ആരും ഉയർത്തിട്ടില്ല, ആരെ ഉയർപ്പിച്ചതായിട്ട് കേട്ടിട്ടുമില്ല. പക്ഷെ അങ്ങനത്തെ കാലങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം. അതങ്ങനെ വന്നെന്നാ എന്റെ ചോദ്യം. അത് ഉളവാക്കിക്കോട്ടെ. മരിച്ചവരെ ഉയർപ്പിച്ച വിഷയ ചോദ്യം. പുള്ളി എല്ലാം ഉണ്ടാക്കുന്നതിന് ഞാൻ അടുക്കാനാ. പുള്ളി ഉണ്ടാക്കട്ടെ, നമുക്ക് സന്തോഷം. അവിടുന്ന് സർവശക്തനല്ലേ. എന്നെ രണ്ടുപേരോട് ഇരുന്ന് പറയുന്നത് എന്തുവാ? ഇന്ന് വരെ ആരെ ഉയർപ്പിച്ചിട്ടില്ല. ഉയർപ്പിച്ചതായിട്ടൊരു ചരിത്രവും അങ്ങനെയുള്ള കാലയളവിലാ അബ്രഹാം വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ സേവിക്കുന്ന ദൈവം മരിച്ചവരെ ഉയർപ്പിക്കും, ജീവിപ്പിക്കും, എഴുന്നേൽപ്പിക്കും. അതെങ്ങനെ കിട്ടിയെന്നാ ചോദ്യം. എന്നാ ഒരു ദീർഘശ്വാസത്തോടെ കല്ലേലിയ ദൈവമേ ഇതുപോലത്തെ ചോദ്യം ചോദിച്ചു. വാക്യങ്ങൾ ധാരാളം എടുക്കേണ്ടതുണ്ട്. മണി ഇവിടെ ഇരി ഇവിടെ. രണ്ടുപേരും ഇവിടെ ഇരുന്നോണം. അപ്പൊ ഇന്ന് വരെ ആരെയും ഉയർപ്പിച്ചിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് അബ്രഹാമിന് ഈ വിശ്വാസം. മരിച്ചവരെ എല്ലാ വാക്യങ്ങളും എടുത്ത് ഒത്തിരി വിസ്തരിച്ച് പോകുന്നില്ല. പെട്ടെന്ന് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ്. അബ്രഹാമിന്റെ ഒരു വിശേഷത, ഈ വിശ്വാസം വരാൻ ഒരു മുഖാന്തരം, അബ്രഹാം സുവിശേഷം കേട്ടയാളാണ്. അബ്രഹാം സുവിശേഷം കേട്ടു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ.
എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് ആ ആ, ആ സുവിശേഷം അവ അബ്രഹാമിനോട് സുവിശേഷം അറിയിച്ചു, മുമ്പ് കൂട്ടി അറിയിച്ചു, സുവിശേഷം അറിയിച്ചെന്ന്. അപ്പൊ അതിന് മറുപടി എന്തുവാ സുവിശേഷം? 2:8 ഏത് രണ്ടാന്നായിരിക്കും? വായിക്ക് 2:8. ഏ ആ ആ പിന്നെ പിന്നെ മിക്കവാറും സുവിശേഷം എന്താന്ന് 2:8 ഏത് രണ്ടാന്ന് പറയല്ല. എടുത്തു വായിക്ക് വായിക്ക് എന്ത് എത്ര റെഫറൻസ് പറ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:ന്റെ ഉറക്കെ വായിക്കോ ചേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അതാ സുവിശേഷം. യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തു. ഈ സുവിശേഷം അബ്രഹാം കേട്ടു. ആ സുവിശേഷം വിശ്വസിച്ച് അബ്രഹാമിന് മനസ്സിലായി, സ്തോത്രം, ഞാൻ സേവിക്കുന്ന ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം മരിച്ചവരെ, ആ വിശ്വാസത്തോടാ പോയത്. അതുകൊണ്ടാ ബാല്യക്കാരൻ പറഞ്ഞ, നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞങ്ങൾ രണ്ടുകൂടെ പോയിട്ട് തിരിച്ചു വരും. നാടൻ ഭാഷ പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ഇവനെ കണ്ടിക്കും, ഇവനെ കത്തിക്കും. യാഗമാ. കത്തി ഒരുകിടി ചാരമായാൽ ആ ചാരത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിച്ചോണ്ട് തിരിച്ചു വരും. ഞാൻ സുവിശേഷം കേട്ടയാളാണ്. സുവിശേഷം അവൻ ജനിച്ച് യേശു ക്രിസ്തു അത് ജനിച്ച് മരിച്ച് ഉയർത്ത മാർഗമാണ്. സ്തോത്രം. ആ വിശ്വാസം ഇന്ന് രാത്രി ഉണ്ടാകണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. എന്നെ ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ, എന്നെ ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഓ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം ഇല്ല എനിക്കല്ല, എന്റെ സുഭദ്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം. ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ കൊല്ലുന്ന മരണത്തിൻ ഘോരജര വിഷപ്പല്ലു തകർത്തയാലാമെ, കൊല്ലുന്ന മരണത്തിൻ ഘോരജര വിഷപ്പല്ലു തകർത്തതാകയാ. ഓ ഇനി തെല്ലും ഭയമില്ല ശത്രുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം. ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം. ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഞാന് ഈ മലയാളം മനസ്സിലാകാത്തവരിന്ന് കൈപൊക്കിക്കേ. അത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. പക്ഷെ ആരൊക്കെ ഉണ്ട് മലയാളം മനസ്സിലാകാത്ത? ഈ അമ്മയുള്ളോ? മനസ്സിലാകുമോ? ഞാൻ പറഞ്ഞ വാക്യമൊക്കെ പിടികിട്ടുന്നുണ്ടോ ചോദിച്ചു? എന്നാ കുഴപ്പമില്ല. എന്തിനാ മുന്നേക്കാരെ? എന്നാ അവനെ അമ്മയുടെ കൊണ്ട് കൊടുക്കും, കൊടുക്കണ.
എല്ലാം അവനവന്റെ കയ്യിലൊക്കെ കൊണ്ട് കൊടുക്ക് നമുക്ക്. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അറിയത്തില്ല. അപ്പൊ പ്രായമുള്ളവരൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ അബ്രഹാം ഇത് വിശ്വസിച്ച് ചെന്ന് ഇസഹാക്കിനെ യാഗം കഴിച്ചു. ഉൽപ്പത്തിയിൽ അങ്ങനില്ല, പക്ഷെ യാഗം അർപ്പിച്ചെന്നായ പ്രാചീനക്കാരൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം തിരിച്ചു വരുന്നു. അതാ എബ്രാലേഖനക്കാരൻ പറയുന്നുണ്ട്. ഒന്നുകൂടെ വായിച്ച വാക്യം. ആ ആ അർപ്പിച്ചെന്നാ. ആ അടുത്തത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ എന്ന് പറഞ്ഞാൽ ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം തിരിച്ചു വരുന്നു. ഉയർത്ത ഇസഹാക്കുമായിട്ടാ വരുന്നത്. ഒരു ചിന്തയും കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. പരീക്ഷയെ ജയിച്ച കാര്യമാണ്. അബ്രഹാം വന്നത് ഉയർത്ത ഇസഹാക്കുമായിട്ടാ തിരിച്ചു വന്നെ. ഈ പഴയ നിയമം നെടലും പുരുളുമാ, പ്രതിരൂപ സ്വരൂപങ്ങള്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പം, സാദൃശ്യപ്പെടുത്തി പഠിക്കുമ്പം, അബ്രഹാം പിതാവായ ദൈവത്തിന് നെടലായിട്ട്, ഇസഹാക്ക് യേശു ക്രിസ്തുവിന് നെടലായിട്ട്, റിബേക്ക ദൈവസഭയ്ക്ക് നെടലായിട്ടും, എലയാസറിനെ പരിശുദ്ധാത്മാവിന് നെടലായിട്ടൊക്കെ പഠിപ്പിക്കാറുണ്ട്. സന്ദർഭോചിതമായിട്ടൊക്കെ നോക്കിയാൽ വലിയ തെറ്റില്ല. അപ്പൊ അങ്ങനെ പഠിക്കുമ്പം ഇസഹാക്ക് മരിച്ചു, അടക്കി, ഉയർത്തു. ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചു വരുന്നു. അപ്പൊ കാൽവറിയിൽ യേശു ക്രിസ്തു മരിച്ചു, കല്ലറയിൽ അടക്കി, മൂന്നാം ദിവസം തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. അപ്പൊ അങ്ങനെ പഠിക്കുമ്പം ഈ ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരുമ്പം കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഇതാ: റിബേക്ക ജനിച്ചെന്ന്. റിബേക്ക ജനിച്ചു. 22 അധ്യായത്തിന്റെ ഒടുവിൽ ഒരു ചെറിയ കണ്ണികയുണ്ടല്ലോ. ആ കണ്ണിക വായിച്ചേ. 23 നേരെ മേളിൽ ഒരു കണ്ണികയുണ്ടല്ലോ, വായിക്കുകയല്ലേ? അനന്തരം മിൽക്കയും നിന്റെ സഹോദരനാകുന്ന നാഹോറിന് അബ്രഹാമിന് വർത്തമാനം, ന്യൂസ് വന്നു. അടുത്തത്, അവരാരെന്നാൽ ആദ്യജാതൻ ഊസ്, ബൂസ്, കെമുവേല്, ബത്തൂവേൽ. ശ്രദ്ധിച്ചേ, ബത്തൂവേൽ. അടുത്തത്, ബത്തൂവേൽ റിബേക്കായെ ജനിപ്പിച്ചു. എങ്ങനുണ്ട്? അപ്പൊ ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുമ്പം, ഉയർത്ത ഇസഹാക്കിനെയും കൊണ്ട് വന്നു കഴിയുമ്പോ കേട്ട വാർത്ത, ബത്തൂവേലിന് റിബേക്ക ജനിച്ചു. ആ റിബേക്കയാണല്ലോ ഇസഹാക്ക് പറ വിവാഹം കഴിച്ചത്, കല്യാണം കഴിച്ചത്. കാൽവറിയിൽ യേശു മരിച്ചു, കല്ലറി അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറിൽ അടക്കി, മൂന്നാം ദിവസം ഉയർത്തു, 40 ദിവസം ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷനായി, സ്വർഗത്തിലേക്ക് പോയി, 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു, കൂടിയിരുന്ന് എല്ലാവരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. പത്രോസ് എഴുന്നേറ്റു, ഒറ്റ പ്രസംഗം, 3000 പേര് രക്ഷിക്കപ്പെട്ടു. 48-47 കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി എന്ന് പറഞ്ഞാൽ ഉയർത്ത യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. അധികം താമസിക്കാതെ സഭ സംജാതമായി. ഒന്നുകൂടെ പുറകോട്ടിറങ്ങി പഠിച്ചാൽ, മരിച്ചു, അടക്കപ്പെട്ട്, യേശു ഉയർത്തു.
50-ാം ദിവസം പറഞ്ഞു സഭ സ്ഥാപിതമാണ്. ആ സഭയെ വേളി കഴിക്കാനാ വരുന്നത്. ഉയർത്ത ഇസഹാക്ക് അബ്രഹാം ഇസഹാക്കൂടെ വന്നപ്പോ കേട്ടത് റിബേക്ക ജനിച്ചു. 22-ൽ ഇസഹാക്ക്, അങ്ങനെങ്കിൽ ഇസഹാക്ക് മരിക്കുന്നത് എത്ര അധ്യായത്തിലാ? ഈ യാഗമേ, ആ യാഗത്തിൽ കൊന്നല്ലേ ഉയർത്തത്. അത് എത്ര അധ്യായമാ? 22 ആട്ടെ. ഇസഹാക്കിന്റെ കല്യാണം എത്ര അധ്യായത്തിലാ? നിങ്ങളെ വിളിച്ചില്ലല്ലോ അല്ലേ? ഇസഹാക്കിന്റെ കല്യാണം ഉറക്കെ പറ. 24. 22 മരിച്ചു ഏതാ? എബ്രായ ലേഖനം 11 കൂടെ ചേർത്തായി പഠിക്കുന്നതാണ്. 22-ൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്ത ഇസഹാക്ക്. അധികം താമസിക്കാതെ 24 ഒരധ്യായമേ ഉള്ളൂ. 24 കല്യാണമാണ്. കാരണം 23-ലെ വിഷയം സാറ മരിച്ചു. ദൈവത്തിന് മഹത്വം. 24-ൽ കല്യാണമാണ്. അപ്പൊ 22-ൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. 24 കല്യാണം. അധികം താമസിക്കാതെ അധ്യായം വെച്ചായി പറയുന്നത്. കാൽവറിയിൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തു. റിബേക്ക ജനിച്ചു. സഭ ഒറ്റ അധ്യായം കഴിഞ്ഞപ്പോ കല്യാണമല്ലേ. അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിപ്പാൻ യേശു വരും. സ്തോത്രം, സ്തോത്രം. കാന്തനും കാന്തയും ചേർന്നുള്ള വാസം, കാന്തനും കാന്തയും ചേർന്നുള്ള വാസം ആരാൽ വർണ്ണിച്ചിടാ, ആരാൽ വർണ്ണിച്ചിടാ, ആരാൽ വർണ്ണിച്ചിടാ. യേശു ഞാൻ കാന്തൻ, ജ്ഞാനവൻ കാന്ത. യേശു ഞാൻ കാന്തൻ, ജ്ഞാനവൻ കാന്ത. വേളി കഴിച്ചിടുമേ, ആ വേളി കഴിച്ചിടുമേ. ആമേൻ. വേളി കഴിച്ചിടും. അപ്പൊ ശ്രദ്ധിക്കുക, ആ പരീക്ഷയെ അബ്രഹാം ജയിച്ചു. അപ്പോൾ വിവിധ പരീക്ഷകൾ വരുമ്പോൾ ദൈവമക്കൾ പതറരുത്, ധൈര്യത്തോടെ നിൽക്കണം, ഇതിനെ ജയിക്കണം. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ഞാൻ മുഖവരി എന്ന് പറഞ്ഞതേ ഉള്ളൂ. 1-ാം അധ്യായത്തില് കർക്കശമായി യാക്കോബ് പറയുക, നിങ്ങള് വചനം സ്വീകരിക്കണം, വചനം കൈക്കൊള്ളണം, വചനം കൈക്കൊള്ളണം. 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 1:13. ആ ആ ആ ആ ആ ദൈവം ദോഷങ്ങളാൽ, അപ്പൊ ശ്രദ്ധിക്ക്, കഥാടോട്ട് പഠിച്ചു വരുമ്പോൾ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് അപ്പൊ ശ്രദ്ധിച്ചേ, 1-ാം അധ്യായത്തിൽ വളരെ കർക്കശമായി പറയാ, നിങ്ങൾ വചനം കൈക്കൊള്ളണം, വചനം കൈക്കൊള്ളണം. വചനത്തിന്റെ വിശേഷതയും അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സത്യവചനമാണ്. 19-ാം അധ്യായത്തിന്റെ ഒടുവിലാന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. വായിച്ചേ. 19-ാം വാക്യത്തിന്റെ ഒടുവില് 1-ന്റെ ആ ആ ആ ആ ആ ആ അതിന്റെ മുകളിലൊരു വാക്യമല്ലോ, സത്യവചനം. 18-ആണോ? സത്യത്തിന്റെ, അപ്പൊ ഈ വചനത്തിന്റെ വിശേഷത ഇത് സത്യവചനമാണ്.
ഈ സത്യവചനം നിങ്ങൾ സൗമ്യതയോടെ കൈക്കൊള്ളണം. വചനത്തിന് വിശേഷത ഒന്ന്, ഇത് സത്യവചനം. രണ്ട്, ഇപ്പം മുമ്പേ വായിച്ച വാക്യത്തിൽ ശക്തിയുള്ള വചനമാണ്. ശക്തിയുള്ളത് ഉൾനട്ടതും അങ്ങനെ. ഒന്ന്, ഇത് സത്യവചനം. രണ്ട്, ശക്തിയുള്ള വചനം. 2-ാം അധ്യായത്തിൽ ന്യായപ്രമാണം എന്നാ കൊടുത്തേക്കുന്ന, പക്ഷെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് രാജകീയ ന്യായപ്രമാണം. അത്രയ്ക്ക് ശ്രേഷ്ഠമായി വചനം. രാജകീയ ന്യായപ്രമാണം. ഇങ്ങനെയുള്ള ഈ തിരുവചനം നിങ്ങൾ കേൾക്കണം. അത് സൗമ്യതയോടെ കൈക്കൊള്ളണം. സത്യവചനമാണ്. അത് കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. 1-ാം അധ്യായത്തിൽ ഓടിച്ചു പോകാം. നമ്മൾ 4-ന്റെ 7 കുറുവാക്യം വായിച്ച് അവിടോട്ട് വരുക. 2-ാം അധ്യായത്തില് വളരെ കർക്കശമായി പറഞ്ഞു, പിന്നെ നിങ്ങള് മുഖപക്ഷം ഒന്നും കാണിക്കരുത് കേട്ടോ. വചനം കൈക്കൊണ്ട നിങ്ങള് മുഖപക്ഷം 2-1. ആ ആ ആ നിങ്ങള് മുഖപക്ഷം ഒന്നും കാണിക്കരുത്, മുഖം നോക്കിയൊന്നും ചെയ്യരുതെന്ന്. മനസ്സിലായല്ലോ? 2-9 ഒന്ന് വായിച്ചോ. ആ മതി. 99% ആൾക്കാരും പാപികളാ. നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ, ഇത് തന്നെ ഒരു പാപമല്ലേ? മുഖപക്ഷം കാണിച്ചാലോ? നമ്മൾ മുഖപക്ഷം കാണിക്കത്തില്ലേ? ഇല്ലേ? തീർച്ചയായിട്ടും സകല എണ്ണവും കാണിക്കും. ആരാ മുഖപക്ഷം കാണിക്കാതെ? വചനം പ്രസംഗിക്കുന്ന, വചനം പറയുന്ന 1-ാം പ്രതി ഞാനാന്ന്. നമ്മളെല്ലാരും മുഖപക്ഷം കാണിക്കുക. എങ്ങനെ കാണിക്കുന്ന ഒരു മെത്തേഡും അവിടെ കൊടുത്തിട്ടുണ്ട്. മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരം ഒക്കെ ഇട്ടുകൊണ്ട് ഒരുത്തൻ വന്നാൽ അവനോട് പറയും, ബേച്ച സുഖേന ഇവിടോട്ട് ഇരുന്നു. കീറിയ വസ്ത്രവും ഒക്കെ ധരിച്ച് ദരിദ്രന എന്തിനാണ് ഇവിടെ കയറിക്കുന്ന പുറകോട്ട്. അപ്പൊ ഈ വാക്യം വെച്ച് നാളൊരാൾ പറയും, അപ്പം മോതിരമൊക്കെ ഇട്ടുകൊണ്ട് വരാമല്ലോ. അവൻ അതാ വിഷയം, മുഖപക്ഷം കാണിക്കുന്ന അല്ല വിഷയം. എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുക. മുഖപക്ഷം, ദൈവത്തിന്റെ മുഖപക്ഷം ഇല്ല. അതിനൊരു തെളിവ് ഞാനെപ്പോഴും ബൈബിള് സുവിശേഷമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, മുഖപക്ഷം ഇല്ലെന്നൊരു തെളിവ് ഒരാളെ കൊണ്ട് മാത്രമല്ല ഈ പുസ്തകം എഴുതിപ്പിച്ചിരിക്കുന്നത്. മുഖപക്ഷം ഇല്ലെന്ന് തെളിയുക. സ്തോത്രം. മീൻപിടുത്തക്കാരെ കൊണ്ട് എഴുതിപ്പിച്ചു, ഡോക്ടറെ കൊണ്ടും എഴുതിപ്പിച്ചു, രാജാവിനെ കൊണ്ടും പുസ്തകം എഴുതിപ്പിച്ചു, ഒരു പ്രജയെ കൊണ്ട് പുസ്തകം എഴുതിപ്പിച്ചു, ന്യായപ്രമാണത്തിൽ വിദഗ്ധ ശാസ്ത്രിയെ കൊണ്ട് പുസ്തകം എഴുതിപ്പിച്ചു, ന്യായപ്രമാണം ശരിക്കും അറിയാത്ത പഠിപ്പില്ലാത്തവനെ കൊണ്ട് പുസ്തകം. ഇത് ദൈവത്തിന് മുഖപക്ഷമില്ല. മുഖപക്ഷമില്ല. ദൈവത്തിന് മഹത്വം. ആട്ടെ, 2-ാം അധ്യായത്തിൽ വളരെ കർക്കശമായി പറയാം, നിങ്ങൾ മുഖപക്ഷം ഒന്നും കാണിക്കരുത്. ഞാൻ എന്നെയും പ്രതിയാക്കിയായി പറയുന്നത്. പറയുമ്പോ തന്നെ മനസാക്ഷിക്ക് നല്ല കുത്തലുണ്ട്. ഏറ്റു പറഞ്ഞോണ്ടായി പ്രസംഗിക്കുന്നു. സ്തോത്രം. നമ്മളെല്ലാരും ഭക്ഷണം വിളമ്പുന്നതിൽ, കൊടുക്കുന്നതിൽ, വാങ്ങുന്നതിലൊക്കെ പിന്നെ ഉണ്ട്. ഇല്ലെന്ന് പറയരുത്. ഇരിക്കുന്നതില്, ഇരുത്തുന്നതില്, ഇടപെടുന്നതില്, കൈ കൊടുക്കുന്നതില്. ഒരാൾ ഒരിക്കൽ എനിക്ക് കൈ തന്നു, 2 പേരില്ല. പേരൊന്നും പറയുന്നത് വലിയ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആളാ, അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. 2 പേരില്ല. എനിക്കങ്ങ് സങ്കടവും വന്നു. നമ്മൾ വലിയ കാര്യത്തിൽ ചെന്ന് കൈ കൊടുക്കുക, 2 പേരില്ല. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ വേറൊരാൾക്ക് 1 പേരില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നോട് അല്പം താല്പര്യം. ഇത് 2 തന്നല്ലോ. ഇദ്ദേഹത്തെ പിന്നീട് ഒരിക്കൽ ഞാന്, പേരൊന്നും പറയത്തില്ല, കണ്ടപ്പോ പുള്ളി ചില കാശും വലിയ വണ്ടിയിലൊക്കെ വന്നിറങ്ങിയ അങ്ങോട്ട് ചെന്ന് വെച്ച് കൈ കൊടുത്ത്, പുള്ളി പോകാൻ പോയിട്ടും വിടുന്നില്ല.
പുള്ളിക്ക് തിരക്കുണ്ട്, എന്നാലും മനസ്സിലാകുന്നില്ല അല്ലേ? സ്തോത്രം. ഇവിടെ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ മിക്കവരും വളരെ മാന്യമായിട്ട് ഇടപെടുന്ന മിക്ക ആൾക്കാരെ എനിക്കറിയാം. എന്നാൽ ഈ പലരും കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അവന്മാരുടെ തനിനിറം വെളിപ്പെടും. അതെ, ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോവുകയല്ല, ചില വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ അവിടുന്ന് കഴിക്കത്തില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിന് വെളിയിൽ അത്രയും കുഴപ്പമില്ല, ഗൾഫിലും കുഴപ്പമില്ല, മറ്റു രാജ്യത്തൊന്നും കുഴപ്പമില്ല. അവിടെ വരുമ്പോ യുവമാർക്കെല്ലാം ഈ സൂക്കേടായിരുന്നു പത്രോസിന്, ഈ തനി സൂക്കേടായിരുന്നു. എന്തായിരുന്നു? കൊർന്നീലിയോസിന്റെ വീട്ടിൽ പോയി തകർപ്പും യോഗമൊക്കെ നടത്തി, വലിയ ബഹളവും അഭിഷേകവും ഒക്കെ. യെരുശലേമിൽ നിന്ന് യഹൂദന്മാർ വന്നപ്പോ പുള്ളി പ്ലേറ്റ് തിരിച്ചു. പൗലോസ് നല്ല ശരിക്ക് പറഞ്ഞു, നീ മര്യാദകേട് കാണിക്കരുതെന്ന് പറഞ്ഞു. നീ പോപ്പായിരിക്കും, താക്കോല് നിന്റെ കാണും, ഒക്കെ ശരി, മര്യാദകേട് കാണിക്കരുതെന്ന് പറഞ്ഞു. വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ല, ഇന്ന് രാത്രി പോയി വായിരുന്നു. മുഖപക്ഷം കാണിക്കരുത്. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു പൊതുസഭ കൂടി ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പൊതുസഭയെ ഒരു ഉദാഹരണം പറയുക, അല്ലാതെ അവർക്ക് പ്രത്യേകം അവർക്ക് അങ്ങനെ കൊടുത്തു, അത് എല്ലാവരും കൂടെ കൂടുമ്പോ ചെയ്യരുത്. ചിലപ്പോൾ അകത്തിരുത്തി കൊടുക്കും, ചിലപ്പം സൗകര്യമുണ്ട്, പക്ഷെ ഒന്നായിരിക്കണം. ഈയിടെ ഞങ്ങളുടെ ചർച്ചില് കുറച്ച് പേര് വന്നപ്പം അവരെ ഹാളിനകത്തിരുത്തി. അങ്ങനെ ഇരുത്താറില്ല, താഴെ ഇടയില്ല, ഇവിടെ ഇരുത്തി. അപ്പൊ ഈ സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറഞ്ഞു, സെയിം ഫുഡ് ആ താഴെയും കൊടുക്കുന്നത് കേട്ടോ, കൂടുതലും ഇല്ല, കുറവും ഇല്ല. നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നതാന്ന് ഓർത്ത് പ്രത്യേകമല്ല, പൊതുസഭ കൂടുമ്പം. എന്നാൽ വീട്ടിൽ നമ്മൾ ചിലരെ വിളിക്കുമ്പോൾ അവരെ നമ്മുടെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് യഥോചിതമൊക്കെ. പക്ഷെ പൊതുസഭ കൂടുമ്പം അവരോട് പറഞ്ഞു ഇത് തന്നെ അപ്പുറം കൊടുക്കുന്നു, അവരോട് പറഞ്ഞു ഇത് തന്നെ മേളിലും. ദൈവത്തിന് മഹത്വം. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിന് നിങ്ങൾ ആരും യോജിക്കത്തില്ല, എങ്ങനെ യോജിക്കുമെന്ന് എനിക്ക് നല്ല ഇതിലെടുക്കണം. ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ ചില സഭയിലെ സൺഡേ സ്കൂളിന് മുൻപ് വന്ന് വാക്യം പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാശുള്ള വീട്ടിലെ, ബിസിനസ് ഉള്ള വീട്ടിലെ സഹോദരന്റെ കുഞ്ഞ്, കാശുള്ള വീട്ടിൽ അവരുടെ രീതി അനുസരിച്ച് അവരുടെ കാശ് കൊണ്ടാ നല്ല നല്ല ഡ്രസ് ഇട്ട്, വില കൂടിയ ഡ്രസ് ഇട്ട് നിൽക്കും. അത്രോ ഇല്ലാത്ത കുഞ്ഞുങ്ങള് അറിയാമല്ലോ. അപ്പൊ നിൽക്കുമ്പോ തന്നെ കുഞ്ഞുങ്ങൾക്കും ചിലർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. നമ്മുടെ വിശ്വാസികളാണെങ്കിലും എപ്പോഴും ആത്മാവിലല്ലോ, അവിടെ നിന്ന് ഡ്രസ്സിന്റെ വിലയും കളറും. ഞാൻ തമാശ പറഞ്ഞതല്ല. യോഗം കഴിയുമ്പോ ചെന്ന സഹോദരിയോടല്ലേ സഹോദരനോട് ചോദിക്കും, അത് ഇവിടുന്ന് മേടിച്ചതാ, ഞങ്ങളുടേതിനും കൂടെ ഒന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്കും ചിലപ്പം പ്രയാസം വരും. കുഞ്ഞുങ്ങൾക്കും ചിലപ്പോ പ്രയാസം. നോക്കുമ്പം അപ്പുറം നിൽക്കുന്ന മോള് നല്ല ഡ്രസ്സ്, കാശ് കൂടുതൽ കൊടുക്കുമ്പോ അതിന്റെ നൽപ്പുണ്ടല്ലോ. അതിന് ഞാന് ഒരു പണി അങ്ങ് ചെയ്തു. എല്ലാരും യോജിക്കത്തില്ല, കുറഞ്ഞ പക്ഷം സഭായത്തിന് വരുമ്പോഴെല്ലാം ഒരുപോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വാ. കുറച്ചു നേരമെങ്കിലും അങ്ങനെ ഇരിക്കാമല്ലോ. സഭായകത്തിന് വരുമ്പോഴെങ്കിലും മതി. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വെള്ളത്തുണി മേടിച്ചു കൊടുക്കും. എല്ലാവർക്കും, മുഴുവൻ ആൾക്കാർക്കും. എന്നെ എല്ലാവരും വലിയ സങ്കടമായിട്ട് എല്ലാവർക്കും മേടിച്ചു കൊടുത്തോണ്ട് വാ. ഞായറാഴ്ച ഏറ്റക്കുറച്ചിലൊന്നും വരികയല്ലോ. കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി എല്ലാവർക്കും ഒരേ രീതിയിൽ വെള്ള ഡ്രസ്സ്, പെൺപിള്ളേർക്ക് ഉടുപ്പും ചുരിദാറും, ഇച്ചിരി വലിയ പിള്ളേർക്ക് ഉടുപ്പും, ആൺപിള്ളേർക്കെല്ലാം
വെള്ള ഷർട്ടും ഒരുപോലെ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സഭായത്തിന് ഒന്ന് വാ, അല്ലെങ്കിൽ ഈ ലൈവ് ഉണ്ടോ ഒന്ന് നോക്ക്. പിള്ളേരെല്ലാം ഒരേ രീതിയിലാണ് നിൽക്കുന്നത്. സ്തോത്രം. അതുപോലെ ഞാൻ സഭയെ കൂടെ കൂടെ പറയും, ഇവിടെ ആർക്കും പ്രത്യേക കസേരയൊന്നുമില്ല. നേരത്തെ വരുന്നവർ കയറി ഇരുന്നോണം. നീ അതിലെല്ലാം നടന്നേച്ച് താമസിച്ച് വന്നേച്ച് നേരത്തെ വന്നവനെ പൊക്കി അവിടെ ഇട്ടിരിച്ച് എന്റെ ഒക്കെ നിന്റെ വീട്ടിൽ താവയ്ക്കകത്തും അനങ്ങിപ്പോകരുത്. ഞാൻ ഈ സഭയുടെ ആരംഭത്തിലുള്ളതാ എന്റെ കാശ് കൊണ്ടാ ബീം മാർത്ത ഒക്കെ കാശുണ്ടായിരുന്ന കൊണ്ട് കൊടുത്തു. നീ കൊടുത്തില്ലായിരുന്നെ വേറെ ആളിനെ ദൈവം എഴുന്നേൽപ്പിക്കും. നീ ദൈവത്തിനാ കൊടുത്തെങ്കിൽ ദൈവം നിനക്ക് പ്രതിഫലവും തരും. ആ അങ്ങനെയൊക്കെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഭയിൽ അധികം ആള് വരുന്നില്ല, വരുത്തുമില്ല. ചിലരൊക്കെ വരും, വന്ന് ഇങ്ങനെ പമ്മി കുറച്ച് നാളൊക്കെ ഇരിക്കുമ്പോ അവർക്ക് മനസ്സിലാക്കി ഈ ചേമ്പ് ഈ കലത്തിനകത്ത് വേഗയില്ല. അന്നേരം അടുത്ത എത്ര പേര് പോയി. ആദ്യമൊക്കെ ഒന്നിങ്ങനെ പമ്മി ഇരിക്കും. ഞാൻ എന്റെ കൂടെയുള്ള ശുപാർശ ഉണത്തെ അവൻ താമസിക്കാതെ ഇവിടുന്ന് പോകും കേട്ടോ. അതുപോലെ നടന്നുകൊണ്ടിരിക്കുക. അവന് ഈ അടുത്ത സമയത്ത് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ആരോടും ഒന്നും പറയത്തില്ല, പിണങ്ങത്തുമില്ല, വഴക്കമുണ്ടാക്കത്തില്ല, മല്ലടിക്കത്തുമില്ല. ആ ഒരുത്തരോടും പിണങ്ങത്തില്ല. പിണങ്ങേണ്ട രംഗങ്ങളാ വരുന്നെങ്കിൽ ഞാൻ മിണ്ടുകയില്ല. അവരെന്തേലും പറഞ്ഞേച്ചു മിണ്ടുകയില്ല. സ്തോത്രം. ഞാൻ ഷൂപ്പാസോട് പറയുന്നത് അവന് ഈയിടെ പോകാൻ സാധ്യത ലക്ഷണം കാണുമ്പോ അറിയാം. ഒത്തിരി ഈയിടെ ഞാൻ കുത്തിയിരുന്ന് നോക്കി എത്ര എണ്ണ പോയത്. വഴക്കുണ്ടാക്കി പോയതല്ല, ഞാൻ പറഞ്ഞും വിട്ടതല്ല. അവർക്കറിയാം ഇവിടെ ഇരുന്ന ഇത്. ഞാൻ കൂടെ കൂടെ സഭയെ പറയും, നിത്യതയിൽ പോകാൻ താല്പര്യമുള്ളവരും നന്നായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവരും വചനപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ല ഇവിടെ നിൽക്കാം. മെയിൻ വിഷയം അങ്ങ് ചെല്ലുക എന്നുള്ളതാ. അങ്ങോട്ട് പോകാൻ ആവശ്യമായുള്ളതെല്ലാം ഇവിടെ തരും. എനിക്കറിയാൻ മേലെങ്കിൽ അറിവുള്ളവരും കൂടെ വിളിച്ച് ക്ലാസ്സും എടുപ്പിച്ച്, എനിക്കെല്ലാം അറിയത്തില്ല, അപ്പൊ എനിക്കൂടെ പഠിക്കാമല്ലോ. നല്ല അറിവുള്ള ദൈവദാസന്മാരെ വിളിച്ച് പഠിപ്പിക്കും. എന്തിനാണെന്നറിയാമോ? അങ്ങ് ചെല്ലാം. അവിടെ പോകാൻ ആഗ്രഹമുള്ളവർക്കും മരണം വരെ ഈ ലോകത്തിൽ വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവർക്കും എല്ലാം ഇവിടെ നിൽക്കാം. അതിന് താല്പര്യമില്ലാത്തവരെല്ലാം എല്ലാം കൂടെ ഒക്കത്തില്ല. മേളാങ്കവും ആത്മീകവും കൂടെ അങ്ങനെയുള്ളവർക്ക് അവിടെ പറ്റുകയല്ല, കൂട്ടു നിൽക്കുകയല്ല. പിന്നെ ആരോടും പോകാൻ പറയത്തില്ല, തന്നെ പൊക്കോളും. അങ്ങനെ ആ പുസ്തകത്തിലെ പ്രമാണം തന്നെ. കാരണം ഇത് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. നേരെ അങ്ങോട്ട് ചെന്ന് പിണങ്ങിയും പോകരുത്. ഞാൻ പറഞ്ഞോണ്ട് എന്റെ വണ്ടിയെ ഞാൻ കൊണ്ട് വിടുകയും ചെയ്യാം. വഴക്കുണ്ടാക്കി അനാവശ്യം പറഞ്ഞു പോകരുത്. എവിടാ പോകണ്ട? വണ്ടിയിലോട്ട് കയറിക്കോ, ആളിനെയും വിടാം, കൊണ്ടിറക്കി വെച്ച് വരാൻ പറയും. വെറുതെ ഇവിടെ വന്നിരുന്ന് കുത്തിയിരുന്ന് ദൈവത്തിന് മഹത്വം, മുഖപക്ഷമൊന്നും കാണിക്കരുത്. ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾ ചിന്തിക്കരുത് ഈ ഒരു പരിപൂർണ വിശുദ്ധം വന്നിരിക്കുന്ന. എനിക്കും ഉണ്ട് കുറവുകള്. അതല്ല ഈ വചന ശുശ്രൂഷയിലും വചനം ധ്യാനിക്കുമ്പോഴും ദൈവസന്നിധി വരുമ്പം ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മളെല്ലാം ഓരോ ദിവസവും നന്നായി വരണം. നിങ്ങൾ ഓർക്കരുത്, ധരിക്കരുത് പ്രസംഗിക്കുന്നവരെല്ലാം പൂർണ്ണ ക്ലിയർ ആയിട്ടാ നിന്ന് ധരിക്കരുത്. ഞങ്ങൾ പ്രസംഗിക്കും, പഴയ ഉപദേശിമാര് പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഒന്നുകൂടെ കടവെടുത്ത് പറയുക, ഇങ്ങനല്ലേ പ്രസംഗിക്കുന്നേ. അപ്പം 3 പേരില് പ്രസംഗിക്കുന്ന ഞങ്ങളുടെ നെഞ്ചിന് നേരെയാ, ഒന്നേ ഉള്ളു നിങ്ങൾക്ക്. ഈ തള്ളവരില് ഇതിനെല്ലാം ദൈവം സാക്ഷി എന്നും പറഞ്ഞ് നിൽക്കുക. പഴയ അപ്പച്ചന്മാര് പറഞ്ഞ കണക്കാ.
ശരിയാ. മനസ്സിലായോ? ഓരോ ദിവസവും ഞാനും നിങ്ങളും എല്ലാം ശരിയാകണം. ഈ പ്രാർത്ഥനയും കൂട്ടായ്മയും നടത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ നിത്യതയിലേക്ക് പോകാൻ നമ്മളെ ഒരുക്കിയെടുക്കുക. അതിനായി പ്രാർത്ഥനയും കൂട്ടായ്മയും നിത്യതയിൽ എത്താൻ വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കുക. ദൈവത്തിന് മഹത്വം. അപ്പൊ 1-ാം അധ്യായത്തിൽ പറയുക ഈ വചനം കൈക്കൊണ്ടോണം, വചനം സൗമ്യതയോടെ. 2-ാം അധ്യായത്തിൽ പറയാ മുഖപക്ഷം ഒന്നും കാണിക്കും. സ്തോത്രം. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാവിനെ നന്നായിട്ട് നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കണം. എന്നിട്ട് എടുത്തൊരു പദം പറഞ്ഞു, നിങ്ങളെ ഈ സമാധാനം ഉണ്ടാക്കണം. നിങ്ങള് വഴക്കുണ്ടാക്കണമെന്നല്ല, പിന്നെയോ 3:19 അല്ലേ, 18. എന്നാൽ സമാധാനം നന്നായി ഉറക്കെ വായിച്ചേ, നന്നായിട്ട് വായിച്ചേ. എങ്ങനെ എഴുതിയേക്കുന്നേ? സമാധാനം ഉണ്ടാക്കുന്നവര്. അപ്പം സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാ ഞാനും നിങ്ങളും പാർക്കുന്നത്. സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാ ഞാനും വന്ന് നിങ്ങളുമൊക്കെ നിൽക്കുന്നത്. പക്ഷെ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങൾ സമാധാനം ഉണ്ടാക്കണം. ഇപ്പൊ ഒരു സഭയിൽ, ഒരു പ്രശ്നമുള്ള സഭയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാക്കണം. നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും പ്രശ്നമാണ്. പക്ഷെ നമ്മൾ 2 ദിവസം അവിടെ താമസിക്കുന്നെങ്കിൽ, അല്ലെ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആ വീട്ടിൽ സമാധാനം നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ, കർത്താവ് അങ്ങനല്ലേ പറഞ്ഞേ, സമാധാനം അവര് എങ്ങനെ അത് എന്നിട്ട് അല്ലല്ല, കർത്താവ് പറ സമാധാനം ഉണ്ടാക്കുന്നവർ. ബാക്കി അങ്ങനെ 5:9 അല്ലേ, വായിച്ചേ. അതാ ഞാനും നിങ്ങൾ ഒരു സഭയിൽ ചെന്നാൽ ആ സഭയിൽ സമാധാനം ഉണ്ടാക്കണം. ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാക്കണം. ഒരു ദേശത്ത് നമ്മൾ പാർത്തു കഴിയുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാക്കണം. ഈ വലിയ കോളുകളൊക്കെ ഒക്കെ ആയിട്ട് എൻ്റെ ഇടയ്ക്ക് ചിലത് വരും. വലിയ പ്രശ്നമായിട്ടായി വരുന്നേ. സമാധാനം ഉണ്ടാക്കി വിടണം. അപ്പൊ നമുക്ക് നഷ്ടങ്ങൾ വരും, നമ്മളെ ആക്ഷേപിക്കും, ഒറ്റപ്പെടുത്തും, നമുക്ക് മനോവേദനയൊക്കെ ഉണ്ടാകും, മാനസിക സംഘർഷം നമുക്കുണ്ടാകും. നമ്മളത് വഹിപ്പാൻ സമർപ്പണവും മനസ്സുമൊക്കെ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയും, നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. ഒരിക്കലും രണ്ടല്ല, 1, 2, 3, 4, 5 പേര്, 5 4 വലിയ കോളുകളൊക്കെ ആയിട്ട് സഭയെ വന്നു. ഇമാര് വരാതിരുന്നെന്ന് വന്നതാ. മോനെ, എനിക്ക് കാലിന് വേദനയുണ്ട്, കസേര ഒന്ന് തരാമോ? ഉണ്ടോ കസേര? ഇവിടെ കിടപ്പുണ്ടല്ലോ, ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇരുന്നോട്ടെ. ഉണ്ട്, ഒരപ്പച്ചൻ പറഞ്ഞു ഇരുന്നോണ്ട് പ്രസവിക്കും, വിശ്വാസം പറഞ്ഞ് കിടന്നോണ്ട് കേട്ടോളാം. അപ്പൊ ഇവര് 1, 2, 3, 4 പേരാന്നോ 5 4 വന്നു. സഭായം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കും. അപ്പൊ സഭായം തീരുന്നതിന് മുന്നേ വെളി വന്നു വിദ്വാന്മാര്, വലിയ കോളുകളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസികള് ചിലര് പോകാൻ നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവരെന്തേലും കേറി പറഞ്ഞാൽ ഇവര് കേറി ഉടക്കും, ഭൂകമ്പം ഉണ്ടാകും അവിടെ. ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. കാരണം ഈ വിദ്വാന്മാരെ പറ്റി അവർക്ക് നന്നായിട്ട് അറിയാം.
അപ്പൊ എന്നോട് ചില കാര്യം ചോദിച്ചറിയാൻ വന്നതാ. ഞാൻ ആ സ്റ്റേജില് ഇവര് താഴെ ഇരിക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസികളെല്ലാം വെളിയിൽ കുറെ പേരുണ്ട്. അവര് എന്നെ സമാധാനം ഉണ്ടാക്കുന്നവർ പറയാനാ ഇത് പറഞ്ഞേ. ഞാൻ എന്ത് വരുത്തെന്നറിയാമോ? ഇവര് വർത്താനം പറയും എന്നോട് ഓരോ കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി തല്ലുന്ന വർത്താനമായി ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ എന്നടുത്ത് അറിയാതെ ഇങ്ങനെ അങ്ങിരുന്നു. തമാശ പറഞ്ഞു. മനോജ് സാക്ഷിയാ. മനോജ് എന്ത് ചെയ്യാ? മനോജ് ഉറങ്ങാന്ന്. അദ്ദേഹം ഉണ്ട്. മനോജ് പുറകെ നിപ്പുണ്ട്. പുറകിലല്ലേ നിന്നെ? ഞാൻ ഇങ്ങനെ നിന്നു. എന്നെ ആ പള്ളു പറയുന്നേ ഇരുന്നോണ്ട് മുണ്ടിയില്ല. ഞാൻ 3/4 മണിക്കൂർ 45 മിനിറ്റ് കേട്ടോണ്ടിരിക്കുക. ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന, കർത്താവേ സഹിഷ്ണുത തരണം, സമാധാനം ഉണ്ടാക്കുന്നവര് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാന് അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പം അതിൽ ഒരുത്തൻ ചോദിച്ചു, എന്നാ ഒന്നും മിണ്ടാത്ത? മിണ്ടിയില്ല. ഇവര് പറഞ്ഞു എല്ലാം തീർന്നു കഴിഞ്ഞ് ഞാന് വളരെ സൗമ്യതയോടെ ശാന്തമായി, ആരും അധികം കേൾക്കാത്ത വിധത്തിൽ വളരെ വിനയത്തോടെ പറഞ്ഞു, സഹോദരന്മാരെ. ഇവരിങ്ങനെ നിന്നും പോയി. സഹോദരന്മാരെ, സമാധാനം പ്രാർത്ഥിച്ചു വിട്ടു. അനുഭവത്തിൽ നിന്നാ ഇത് പറയുന്നത്. നമ്മൾ സമാധാനം ഉണ്ടാക്കണം. ഞങ്ങള് സഭയുടെ ശുശ്രൂഷകരൊക്കെ അല്ലേ, ചില വീട്ടുകളിൽ ചെല്ലുമ്പോഴേ അമ്മായിയമ്മയുടെ കുറ്റം മരുമകള് പറയും, മരുമകളുടെ കുറ്റം അമ്മായിയമ്മയും പറയുന്ന വീടുകളുണ്ട്. അവിടെ ശാന്തം. ഞങ്ങൾക്കൊരു അമ്മാമ്മയുണ്ട്. പിള്ളേരുമായിട്ട് എന്നും പ്രശ്നമാ. അയ്യോ, ഒന്നും പ്രശ്നമെന്ന് പറഞ്ഞ എന്തോ പ്രശ്നമാ. ഞാന് 2 പേർക്കും ഗുണദോഷം പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്റെ രീതി ഇതാ, ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ അമ്മാമ്മയോട് പറ, അമ്മാമ്മേ മക്കളല്ലേ, ക്ഷമിക്കുക. അമ്മയല്ലാതെ പിന്നെ ആരാ ക്ഷമിക്കുന്നേ? അമ്മയല്ലേ ക്ഷമിക്കണ്ടേ? അമ്മയല്ലേ എല്ലാം ക്ഷമിച്ചോണ്ടിരുന്നേ? മക്കളാ. ഞാൻ പറയാം, എന്റെ അമ്മാമ്മയ്ക്ക് ഒരു പ്രയാസമോ ദുഃഖമോ വന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കുന്ന പോലെ വേറെ ആർക്കും വേദനിക്കത്തില്ല. ഉപദേശിമാരൊക്കെ വന്നിങ്ങനെ ഞങ്ങള് കാര്യമൊക്കെ പറയും, ചത്ത് കിടന്ന പാട്ടുമൊക്കെ ഞങ്ങൾ പാടുവരുന്നത്. പക്ഷെ അവർക്കാ മനോവേദന. സ്വന്തം മക്കളല്ലേ, അവർക്ക് വേദന ഉണ്ടാകുന്നത് പോലെ വേറെ ആർക്കും. അതുകൊണ്ട് അമ്മാമ്മ അങ്ങ് ക്ഷമിക്കേ, വിട്ടുകള, ഒന്നും പറയരുത്, കുഞ്ഞുങ്ങളെ അങ്ങനെ പറയരുത്, നമ്മുടെ മക്കളല്ലേ. ഞാനിതേ പറഞ്ഞു വിടുകയുള്ളൂ. ചെറുക്കനും വന്ന് പറയാം, മമ്മി അങ്ങനെ, മമ്മി ഇങ്ങനെ, അപ്പടി. ഞാൻ പറയും, ഇടാ, നിന്റെ അമ്മയാ, അത് അമ്മ പറയുന്ന. നിനക്ക് ദോഷം വരാൻ ആ തള്ളയൊന്നും പറഞ്ഞു തരത്തില്ല. നിന്നെ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മയല്ലേ. ഇപ്പോഴല്ലേ നിനക്ക് മീശയും പൊടിപ്പോക്കെ ആയത്. അമ്മയല്ലേ നിന്നെ വളർത്തിയേ. അപ്പനും ചെറുപ്പത്തിൽ മരിച്ചതാ. അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. ക്ഷമിക്കണം. തന്നെയല്ല, പഴമക്കാരൊരു പഴഞ്ചൊല്ല് പറയാ, തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നാ. നീ ക്ഷമിക്കുന്ന ഒരു ദോഷവും വരികയല്ല. ഇതാ പറഞ്ഞു കൊടുക്കുന്നത്. നാളെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയുള്ളു. ഞങ്ങളുടെ വീട്ടിലെ ചിലപ്പം ജോഷുവായിക്ക്, എന്റെ മോന്റെ പേര് ജോഷുവായിക്ക് എന്നോട് അങ്ങ് ശത്രുതയാ. ശത്രുത വരാൻ കാര്യം, ഞാൻ ജോഷുവായിനെ ശാസിക്കുകയുള്ളൂ, മറ്റു പിള്ളേരെ ഞാൻ പറയത്തില്ല. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയത്തില്ല, ജോഷുവായെ ശാസിക്കും. അതിന് ജോഷുവായിക്ക് ചിന്ത എന്നാ? എനിക്കിഷ്ടമല്ല. ഇഷ്ടമുള്ളത് കൊണ്ടായി ശാസിക്കുന്നത്. കാരണം ഞാൻ ശാസിച്ചാൽ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് പിന്നെ ശാസിക്കേണ്ടി വരികയല്ല. അതാ എന്റെ ഉന്നം. ചെറുപ്പത്തിൽ നിങ്ങള് നിങ്ങളുടെ മക്കളെ തല്ലിയാൽ
തല്ലി വളർത്തിയാൽ പുറത്തുള്ളവർ ഇവനെ തല്ലേണ്ടി വരികയല്ല. നമ്മൾ തല്ലാതെ വളർത്തിയാൽ നാട്ടുകാർ മുഴുവൻ ഒടുവിൽ പോലീസ് പിടിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. മനസ്സിലായി കാണും. നമ്മുടെ പെൺപിള്ളാരെ അമ്മമാര് ശാസിച്ച് വഴക്ക് പറഞ്ഞ് അടിച്ചു വളർത്തിയാൽ അമ്മായിയമ്മ പിന്നിവളെ ശാസിക്കേണ്ടി വരികയല്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം അമ്മ ചെറുപ്പം മുതലേ ശാസിച്ച്, അങ്ങനെയാണോടി അരിയുന്നേ, അങ്ങനെയാണോ വെക്കുന്നത്, ശാസിച്ച്, ഉദാഹരണമാണ്. അങ്ങനെ വളർത്തി മിടുക്കിയാക്കിയാൽ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ അമ്മായിയമ്മ പിന്നെ അവളെ ശാസിക്കത്തില്ല. മനസ്സിലായല്ലോ? മിണ്ടുന്നില്ല. അമ്മ ശാസിക്കാതെ വളർത്തി ശിക്ഷിക്കാതെ വളർത്തിയാൽ കെട്ടിച്ചു വിടും. അവിടെ ചെല്ലുമ്പോ അവിടുത്തെ അമ്മ നന്നായിട്ട് ഇവിടുത്തെ അമ്മയും മോള് പറയാ അവിടുത്തെ അമ്മയ്ക്ക് ബന്ധനം ഉണ്ടെന്നാ തോന്നുന്നത്. എന്റെ ഭാഷയെ പ്രാർത്ഥിക്കണം. അവളോട് ഒരു താല്പര്യവും ആ തള്ളക്ക്. നല്ല കണക്കനല്ലേ പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടെ. 24 മണിക്കൂറും മൊബൈലില് കണ്ണുകളിൽ വിളിക്കുമ്പോ കണ്ണിൽ ഇരുട്ട് കയറുന്നത് വരെ. ഉദാഹരണമായി പറഞ്ഞേ, നമ്മൾ വഴക്ക് പറഞ്ഞാൽ ശാസിച്ചാൽ വേറൊരാള് പറയേണ്ടി വരികയല്ല. നമ്മൾ വഴക്ക് പറയാതെ ശാസിക്കാതെ വളർത്തിയാൽ നാട്ടുകാർ മുഴുവനും ശാസിക്കും, നാട്ടുകാർ മുഴുവനും വഴക്ക് പറയും. ഇത് നമ്മൾ അന്നാലും കേൾക്കുമ്പോൾ നമുക്ക് വലിയ മനോദുഃഖം ഉണ്ടാകും. മനസ്സിലായോ? 3-ാം അധ്യായത്തിൽ പറയാ നിങ്ങൾ സമാധാനം ഉണ്ടാക്കണം. അതെങ്ങനാ? നാവിന് കടിഞ്ഞാണിട്ട് വേണം. നാവിന് കപ്പലിനെ നിയന്ത്രിക്കുന്നില്ലേ, കുതിരയെ നിയന്ത്രിക്കുന്നില്ലേ? നാവിനെ നിയന്ത്രിക്കണം. ആരോടാ സംസാരിക്കുന്നത്, എന്തുവാ സംസാരിക്കുന്നത്, എങ്ങനെ, അതിനൊക്കെ എല്ലാം ചിന്തിക്കണം, മനസ്സിലാക്കണം. ദൈവത്തിന്റെ മഹത്വം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാ, പുള്ളി മാത്രമേ നല്ലതുള്ളെന്നായി പറഞ്ഞു വെക്കുന്നത്. അല്ലല്ല, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നന്നാകണം. 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. 4-ാം അധ്യായത്തില് യാക്കോബ് പറയാ നിങ്ങളെ വമ്പ് പറയരുത്. വമ്പ് പറയരുത്. പക്ഷെ നിങ്ങൾ പലപ്പോഴും വമ്പ് പറയുക, അത് പാടില്ല. നിങ്ങൾ എങ്ങനെയാ പറയേണ്ടത്? 4:13 മുതൽ വായിച്ചേ. ഇന്നോ നാളെയോ ആ ആ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, കേൾക്കണം. അടുത്തത്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതാ ശ്രദ്ധിക്കണേ. ഇത് ആവി പോല അല്പനേരത്തേക്കുള്ളതാ. അടുത്തത്, അപ്പൊ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണെന്നറിയോ? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും. ഇങ്ങനാ നിങ്ങൾ സംസാരിക്കണ്ട. അപ്പൊ സംസാരത്തിന്റെ രീതി, സംസാരത്തിന്റെ ശൈലി, രീതി, ഇതൊക്കെ പഠിക്കണം. ദൈവസന്നിധിയിൽ സംസാരിക്കുമ്പോൾ, ദൈവമക്കളോട് സംസാരിക്കുമ്പോൾ, പുറത്തുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം. എന്നിട്ട് പറയാ നിങ്ങൾ വമ്പ് പറയരുതെന്ന്. അടുത്ത വാക്യം, അയ്യോ നിങ്ങൾ വമ്പ് പറഞ്ഞ് അത് പാടില്ല. ഇപ്പൊ ചോദിക്കുക, നാളെ വരുമല്ലോ, ദൈവം അനുവദിച്ച ഒരു വാചകം പറയുന്നതിന് തന്നെ, അത് ചുമ്മാ പറഞ്ഞാ പോരാ, അത് അങ്ങനെ തന്നെ ആത്മാർത്ഥമായിട്ട് പറയണം. കർത്താവ് അനുവദിക്കുകയാന്നേ, ദൈവത്തിന് ഹിതമാണെങ്കിൽ നമുക്കുള്ള പ്രമാണം അതാ. വമ്പ് പറയരുത്. സ്തോത്രം. അടുത്ത കൊല്ലം ഞാൻ കാണിച്ചു തരാം. അയ്യോ ഇന്ന് രാത്രി മൂടാ നിന്റെ ജീവനെ എടുത്താൽ ചുമ്മാ കയറി. അടുത്ത കൊല്ലം ഞാൻ ഈ കമ്മിറ്റി ഇങ്ങനെ പോട്ടെ, അടുത്ത കമ്മിറ്റിയിൽ ഇവനെ ഞാൻ
സ്തോത്രം, സ്തോത്രം. ഒരിക്കലും അമ്പ് പറയരുത്, അയ്യോ അവിടത്തേക്ക് ഹിതമാണെങ്കിൽ, അവിടുന്ന് അനുവദിച്ചാൽ, അവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ. അല്ല, ഈ വാചകം ഒന്ന് കൂട്ടി പറയാൻ എന്നാ കുഴപ്പം? ഇന്നോ നാളെയോ ഇന്നടുത്ത് ചെന്ന് വ്യാപാരം ചെയ്ത് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ഇതൊന്നും പറയാൻ നമുക്ക് പ്രമാണമില്ല. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുന്ന നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തും ദൈവാശ്രയത്തോടും ദൈവീക ചിന്തയോടും വേണം നമ്മൾ സംസാരിക്കാൻ. ചിലക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ ചിലരോടൊക്കെ പറയും, ഈ ചിലര് തമാശ പറയും. അപ്പൊ ചിലര് തമാശ പറയും, പക്ഷെ ആ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിൽ ചിലര് കാര്യമാക്കും. അങ്ങനെയുള്ളവരുണ്ട്. എല്ലാവരും കൂടി തമാശ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല തമാശകൾ, രസകരമായിട്ട്, അത് അങ്ങനെ തന്നെ എടുക്കാവൂ. അപ്പൊ അതിനകത്ത് കാര്യമായിട്ട് ആരിലും എടുത്ത് വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ, അപ്പൊ അങ്ങനെയുള്ളവര് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ കൂടരുത്. അവിടെ ചെന്ന് പമ്മി ഇരിക്കുകയും ഇടയ്ക്ക് കയറി അഭിപ്രായം മനസ്സിലാകുന്നില്ല. സ്തോത്രം. എനിക്കറിയാം ചിലരെ, അവര് എല്ലാരെയും കളിയാക്കും. അവരെ ആരെങ്കിലും കളിയാക്കിയ ഉടനെ അവര് അങ്ങനെയുള്ളവരാരെയും കളിയാക്കരുത്, ഒന്നും മിണ്ടിയാക്കരുത്. ആക്ഷേപിക്കുന്നല്ല ഞാനീ പറഞ്ഞത്, രസകരമായിട്ട്. ഇപ്പൊ ഉദാഹരണമാണ്. എന്തോ ആ മുടി ഇങ്ങനെ ഇരിക്കുന്നു, എന്തോ രസകരമായിട്ട് ചോദിക്കും. ഉടനെ പുള്ളി ഇങ്ങോട്ട് ഇരിക്കുന്നു, എന്താ ഷാളും തേക്കുന്നത്. ഉടനെ ഞാൻ ഉടനെ കയറി പുള്ളിയോട് കൊമ്പ് കോർത്താൽ, അതാണോ എന്റെ മര്യാദ? ഞാനങ്ങോട്ട് ചോദിച്ചു, പുള്ളിയും രസകരമായിട്ട് ഇങ്ങോട്ട്. അത് അങ്ങനെ തന്നെ എടുത്തങ്ങ് വിടണം. ഇതാ ചെയ്യേണ്ടത്. എന്നാൽ ചിലരങ്ങനല്ല, അവരെന്തും പറയും. അവരെ എന്തേലും പറഞ്ഞാൽ അത് പാടില്ല. അപ്പൊ സംസാരത്തിന്റെ ശൈലി, 3-ാം അധ്യായം വളരെ കർക്കശമായി. നാവിന് നിയന്ത്രണം. വലിയ ഈ അവയവം, നാവ് ചെറിയ അവയവം, പക്ഷെ വലിയ കാട് കത്തിക്കുന്നതാ നാവിന്. നാവ് ഒരുത്തി എന്ന് പണ്ടൊരാൾ വായിച്ചു. ഒരുത്തിയാന്ന്, ഒരു തീ ആണെന്നാ. അതിന് ഒരാൾ വായിച്ചു ഒരുത്തി. പുള്ളി പറഞ്ഞു അവൾ ഒറ്റ ഒരുത്തിയായി, പ്രശ്നമല്ല. അപ്പൊ നാവ് ഒരു തീയാ, ചെറിയ തീയ. ഈ വിഷയങ്ങള് വരുമ്പം ചിലപ്പോൾ വലിയ രൂക്ഷമായ വിഷയമായിരിക്കും, അത് ഊതിപ്പെരിപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഒരു വിഷയം കേട്ടാൽ ഉടനെ നടപടി എടുക്കരുത്. ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അതിന്റെ എല്ലാ വശവും, ഒരാളുടെ കാര്യം പറഞ്ഞു, ആ പറയുന്നത് മാത്രം കേട്ടോണ്ട് തീരുമാനമെടുക്കരുത്. പ്രതിഭാഗത്തിന്റെ കൂടെ. അങ്ങനല്ലേ കോടതിയിൽ ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. വലിയവന്റെ കാര്യവും അങ്ങനെ തീരുമാനം. ഉദാഹരണം, സഭയിൽ ഒരു വിശ്വാസിയുടെ കുറ്റം വന്ന ഒരാൾ വന്ന് പറയുക, അത് കേട്ടോണ്ട് നടപടി എടുക്കരുത്. അവരുടെ ഭാഗവും കൂടെ കേൾക്കണം. 2 ഭാഗവും കേട്ട് ദൈവത്തിന്റെ വചനപ്രകാരം അതിനുള്ള പരിഹാരം വചനപ്രകാരം തീരുമാനിച്ച് 2 കൂട്ടർക്കും, ആ 2 കൂട്ടരും നശിച്ചു പോകാത്ത വിധത്തിൽ സ്നേഹത്തിന്റെ ആത്മാവിൽ, സൗമ്യതയുടെ ആത്മാവിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് വേണം പരിഹാരം വരുത്താൻ. ഈ ചില സഭയിലൊക്കെ പ്രശ്നം അറിയോ, ചില പാസ്റ്റർമാര് ചെല്ലുമ്പോൾ ചില വിദ്വാന്മാര് പറയും, പാസ്റ്റർ നമുക്കുണ്ട് അവനെ മുടക്കണം, അവനെ മുടക്കണം. കാരണം ഈ പുള്ളിക്ക് അവനെ ഇഷ്ടമല്ല, അതിനുടനെ അതിന് മുടക്കാൻ തന്നെ പോകുന്ന കുറെ പാസ്റ്റർമാരുണ്ട്. ഒരെണ്ണത്തിന് നേടുന്നവൻ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. മുടക്കുന്നത് എളുപ്പമാ. അടിയന്തര കമ്മിറ്റി കൂടി വെച്ച്, വിദ്വാന്മാരെല്ലാം കൂടെ കൂടി വെച്ച് ഒരു എഴുതി വെച്ചോടനെ തന്നെ ഒന്ന് അതിനകത്തും സൂക്ഷിച്ചു, ഒന്ന് ഇവരുടെ കയ്യിൽ, ഒന്ന് അവനും. എളുപ്പമല്ലേ മുടക്കാൻ? ആ വ്യക്തിയെ നേടിയ പുള്ളിയോട് ചോദിക്കണം, എന്ത് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നേടിയ. മുടക്കാൻ എളുപ്പമാ, അവനെ തകർക്കാൻ എളുപ്പമാ, നേടാൻ വലിയ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് ആ പുസ്തകത്തിൽ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകരുത്. ഞാൻ ഇന്നാളും ഒരാളോട് പറഞ്ഞു, സഭകളിലെ എല്ലാ പ്രശ്നവും മാറാൻ ഒറ്റ പരിഹാരമുള്ളൂ. ഈ കമ്മിറ്റി എത്ര കമ്മിറ്റിയാ കൂടുന്നറിയോ? അങ്ങ് കമ്മിറ്റി കൂട്ടവാ. സഭയിലെ പ്രശ്നം മാറാൻ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം മാറാൻ ഒറ്റ പോംവഴി. നിങ്ങൾക്ക് ആ പോംവഴി എന്നാന്ന് മനസ്സിലായോ? ചില സഭയിലൊക്കെ പ്രശ്നം വരുമ്പോ കമ്മിറ്റി കൂടാ. സെക്രട്ടറി വന്നു, ട്രഷറർ വന്നു, അവര് വന്നു, ഒരു സെൻട്രൽ പാസ്റ്ററെ വരുത്തി, അവരെ വരുത്തി, എന്തോ ചുമ്മാ ഏത്തക്കാപ്പവും കാപ്പിയും കുടിച്ച് അതിന് അമ്മാമ പിന്നെയും പഴംപൊരി ഉണ്ടാക്കി ഇവനെല്ലാം കടിച്ചോണ്ട് പിന്നെയും. തമാശ പറഞ്ഞതല്ല. ഇതിന് വേണ്ട ഏത്തക്കാപ്പവും പരിപ്പോടെയും ഈ കട്ടൻ കാപ്പിയും എല്ലാം കുടിച്ച് വല്ല കാര്യമുള്ള കാര്യമാണ്. പ്രശ്നം മാറാൻ ഒറ്റ വിഷയമുള്ളൂ. ഒറ്റ വിഷയം, ക്ഷമിച്ചാ മതി. ഇതില്ലാത്ത കൊണ്ടായി തൊരുതുരുന്ന് കമ്മിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, ഡൈവോഴ്സ്, എന്തിന്? ക്ഷമിച്ചാ മതി. കൗൺസിലിങ്ങിനും പോകണ്ട. ഇത് അവിടെ കൊണ്ട് കൗൺസിലിംഗ് എന്ത് പറയാം? പക്ഷെ ഇനി കൗൺസിലിംഗ് നടത്താൻ സ്ഥലം, കൗൺസിലിംഗ് ഇരിക്കുന്ന പുള്ളിയുടെ ഭാര്യ പണങ്ങി പോട്ട് 4 കൊല്ലം. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ക്ഷമിക്കാം. ക്ഷമിച്ചേ, പ്രശ്നം തീർന്നു. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടേ പറ. ക്ഷമിച്ചാ മതി, പ്രശ്നം തീരും. ഈ കസാര അങ്ങോട്ട് കൊടുക്കുമെന്നെ ഉണ്ടോ അവിടെ? എന്റെ പ്രിയരെ, വീട്ടിലെ ആണെങ്കിലും സഭയിലെ ആണെങ്കിലും ദേശത്തെ ആണെങ്കിലും ക്ഷമിച്ചേ, പ്രശ്നം തീരും. ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ എന്തിനാണെന്നറിയാമോ? പലരും ധരിച്ചു വെച്ചേക്കുന്ന ഉപവാസ പ്രാർത്ഥന വണ്ടി മേടിക്കാൻ, വസ്തു മേടിക്കാൻ, കല്യാണം നടക്കാൻ, വിസ അടിക്കാൻ, ഉപരിപഠനം, അതിനൊക്കെയാ മിക്കവരും കുത്തിയിരിക്കുന്നതെല്ലാം. മിക്കതും അതിനാ. ജോലി കിട്ടാൻ, സാലറി കിട്ടാൻ, അറബിയുടെ ഉള്ളത്തോട് ആഴമായിട്ട് ദൈവം, മദ്രാസിൽ ഇരിക്കുന്ന മദാമിയോട് ദൈവം, ഓരോരുത്തരുടെ വിഷയങ്ങളാ. ഞാൻ നിങ്ങൾ യോജിച്ചാലും ഇല്ലേലും ഒരു കാര്യം പറയാം. ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒന്നാമത്തത്, ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വലിയ കൃപാവരം ഒന്നും പ്രാപിച്ചില്ലെങ്കിലും യോഗം കഴിയുമ്പോ പറയണം, പാസ്റ്റർ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഞാൻ പഴയതുപോലല്ല, ഒത്തിരി ഞാൻ ക്ഷമിക്കാനായിട്ട് ദൈവം എനിക്ക് ഈ പ്രാർത്ഥന വിജയമാണ്. ഇത് പലരും പറഞ്ഞ പ്രാർത്ഥന ഞായറാഴ്ച ഒന്ന് കഴിയട്ടെ, ബാക്കി ഞാൻ പിന്നെ പറയാം. അപ്പം പ്രാർത്ഥനയുണ്ട്, അന്വേഷിക്കാവാലും വന്നുകൊണ്ട് ഞാനിപ്പോ ഒന്നും മിണ്ടുന്നത്, ഇതൊന്ന് കഴിയട്ടെ. ഞായറാഴ്ച 1 മണിയാകുമ്പോ തീരുമല്ലോ അല്ലേ? വെറുതെ പകലും ആയിട്ട് മണ്ടിക്കൂലിയും മുടക്കി ഇവിടെ വന്ന് കുത്തിയിരുന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് അടിക്കും പോലെ. ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പറയണം, പാസ്റ്ററെ എല്ലാ പ്രാവശ്യത്തെയും പ്രാർത്ഥന പോലല്ല ഈ പ്രാർത്ഥന. എനിക്കൊരു വലിയ വിടുതലുണ്ട്. എന്തുവാ? എനിക്ക് നല്ല ക്ഷമ ദൈവം തന്നെ. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മിക്കതും തീർന്നു. ഞാൻ 1-2 പേരോട് മിണ്ടാതിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് അവരോട് നിരപ്പും. എനിക്കിപ്പോ ഭയങ്കര ക്ഷമ. ഈ പ്രാർത്ഥന വിജയമാണ്. എബ്രാഹിമിന്റെ ഒരു പാപം ഇങ്ങനെ എഴുതിയേക്കുന്നുണ്ട്. എബ്രാഹിം പാപപരിഹാരത്തിന് വേണ്ടി യാഗപീഠം പണിത് അത് പിന്നെയും പാപമായി. മനസ്സിലായില്ല? പാപപരിഹാരത്തിന് വേണ്ടി യാഗപീഠം പണിതു, അത് പിന്നെയും പാപമായി. അതിന് ഉദാഹരണം യെശയ്യാ പ്രവാചകൻ പറഞ്ഞു,
പാപത്തോട് പാപം കൂട്ടുന്നു. പാപത്തോട്. അതിന് വേറെ പുസ്തകത്തിൽ ദൃഷ്ടാന്തം പറയാം. ദൃഷ്ടാന്തം അത് പറഞ്ഞ് ഇന്ന് നിർത്താം. ബാക്കി നമുക്ക് നാളെ 9-ാം പങ്ക് നിർത്തട്ടെ. എല്ലാരും പോകണ്ടായോ? മതി. ഒത്തിരി കേട്ടാലും എല്ലാം ഓർമ്മ നിൽക്കുക. ഇത് മതി. എബ്രഹീം ഈ പാപപരിഹാരത്തിന് വേണ്ടി യാഗപീഠം പണിതു. അത് പിന്നെയും പാപം. യെശയ്യാവ് ചേർത്ത് പറഞ്ഞു, പാപത്തോട് പാപം കൂട്ടുക. ഒരു തെളിവ്. എന്നെ മേളിലോട്ട് നോക്കിയിരിക്കുന്നത് എന്നെ പറ്റി? ഏതാണ്ട് കണ്ടത് എന്തോ പറ്റി? എന്തോ എന്നെ പറ്റി? AC നോക്കിയതാണോ? പിന്നെ മേളിലോട്ടാന്നല്ലോ നോക്കണ്ടേ. കുഴപ്പമില്ല. പാപത്തോട് പാപം കൂട്ടുക. അതിനൊരു ദൃഷ്ടാന്തം ഈ സോദോമിലെ ദൂതന്മാര് വന്നു, 2 പേര്. ലോത്ത് വരെ വീട്ടിൽ കൊണ്ടുപോയി. വീട് മുഴുവൻ രാത്രിയായപ്പോ ആൾക്കാർ വന്നങ്ങ് വളഞ്ഞു. പിടിവലിയായി പിടിച്ചകത്തോട്ട് ഇവരെ അവസാനം ഇങ്ങനെ ഇരിക്കുന്ന വാതിൽക്കൽ ഉണ്ടായിരുന്ന ആബാലവൃത്തൻ ജനങ്ങൾക്കും അന്ധത. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലൻ മുതല് വൃദ്ധൻ വരെ. വല്യപ്പനും കൊച്ചുമോനും മോനും ഉണ്ട്, അല്ലെ വല്യമ്മയും കൊച്ചുമോളും മോളും ഉണ്ട്. അതാണ് ആ ബാലവൃദ്ധം. ഈ പാപം നിമിത്തം അന്ധത പിടിക്കുക. ആബാലവൃദ്ധത്തിനും ദൈവം. അപ്പം ഈ അന്ധത പിടിച്ചപ്പം വല്യപ്പന് കാണാൻ, എടാ ജോർജ് കുട്ടി എന്നാ പറഞ്ഞു, അപ്പച്ചൻ എവിടാ? അപ്പൊ കൊച്ചും പറഞ്ഞു, അച്ഛാ നിങ്ങൾ 2 എവിടാന്ന്? ആബാലവൃദ്ധം. അപ്പം ഈ ആബാലവൃദ്ധം ജനവും അന്ധത പിടിച്ചപ്പം എന്റെ ഭാഷയാ, ഇവന്മാര് തിരിച്ചു പോകണ്ടേ? അങ്ങനല്ലേ, തിരിച്ചു പോകണ്ടേ? അവര് പോയില്ല. അവന്മാര് പിന്നെ വാതില് തപ്പി നടക്കുക അകത്തോട്ട് ഉരുണ്ട് കയറാൻ. അങ്ങനെ വായിച്ച വാക്യം വായിര്, വല്ലവരും കേൾക്കും. അങ്ങനെ വായിച്ച മോളെ ഒന്ന് ഉറക്കെ വായിച്ചേ. വാതിക്കലുണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃദ്ധം അന്ധത കണ്ണു കാണാൻ മേല. അടുത്തത്. അതുകൊണ്ട് അവര് പിന്നെ വാതില് തപ്പുക. വിഷമിക്കുക. കണ്ണു കാണാൻ പാടില്ല. അയ്യോ ദൈവത്തിന്റെ ശിക്ഷയാ, പോകണ്ടേ? പിന്നെ ഇമാര് വാതില് തപ്പ അകത്തോട്ട് കയറാൻ. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കക്ക മുടിയ മുടിയ മുടിയ. സ്തോത്രം സ്തോത്രം. ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ, ഉപവാസം കഴിക്കുമ്പോൾ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും കേൾക്കുന്നവർക്കും എല്ലാം കൃപാവരമൊന്നും അധികം പ്രാപിച്ചില്ലെങ്കിലും പറയണം, എനിക്ക് ക്ഷമിക്കാൻ നല്ല കൃപ കിട്ടി, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നല്ല, ഇതൊക്കെ ഒരു കൃപയാ. അതിശ്രേഷ്ഠമായ വരവെന്നാ പറഞ്ഞ സ്നേഹം. പ്രവചനവരവൊക്കെ നീങ്ങിപ്പോകും, ഒരിക്കലും ഉതിർന്നു പോകാത്ത വരവാ. ഈ പ്രാർത്ഥന കഴിയുമ്പോ ആ വരം കിട്ടണം. നമുക്ക് ഇന്ന് നിർത്താം. ദൈവം അനുവദിച്ച ബാക്കി നാളെ പകലും നാളെ വൈകിട്ടും അവിടെ നിന്ന് അനുവദിച്ച ഞായറാഴ്ച പകലും ഒക്കെ ഉണ്ട്. വരുമോ എല്ലാരും? അത് മതി. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതി. ഇങ്ങനെ ഇരിക്കുന്നില്ല വലിയ കാര്യം. അല്ല, ഇങ്ങനെ ഇരിക്കേണ്ടതും. ചിലടത്ത് വചനം കേൾപ്പിക്കല, കടന്ന് ബഹളം ഉണ്ടാക്കി ഭയങ്കര പാട്ട് പാടി ആരാധിക്കുമ്പോ ആരാധിക്കത്തുമില്ല. പാട്ട് പാടി ആരാധിക്കുമ്പോ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. വചന ശുശ്രൂഷകൾ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ ഞാൻ എതിരല്ല, നല്ല ആത്മീയ അന്തരീക്ഷമൊക്കെ വരുമ്പോൾ ചിലർ അതിന് ഞാൻ എതിരുമല്ല, സ്വാതന്ത്ര്യമുണ്ട്.
അതെല്ലാം വളരെ പരിജ്ഞാനത്തോടെ നിങ്ങൾ നന്നായി സഹകരിക്കുന്നു, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സ്തോത്രം. കാൽവറിയിലെ സ്നേഹം, ആ പഴയ പാട്ടിന്റെ ഒരു പരിപാടി ഇന്ന് രാത്രി നമുക്ക് നിർത്താം. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തിയേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹ സ്വരൂപനൻ ഓ രക്തവും ചിന്തിയേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹ സ്വരൂപനൻ. ഓ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, കോരാ വിപത്തുകളിൽ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും, ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ. ഓ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും, ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ. ആമേ. മുൻപടയായി പിൻപടയായി അഗ്നിമേഘ തൂണുകൾ, സൈന്യങ്ങളിലതി കൂടെയുള്ളതാ. മുൻപടയായി പിൻപടയായി അഗ്നിമേഘ തൂണുകൾ, സൈന്യങ്ങളിലതീവൻ കൂടെ ഉള്ളതാ. യുദ്ധം യഹോവയ്ക്കുള്ള എന്നോർത്തു കൊള്ളുക, തൻ ശേഖ കൊടിക്കീഴിൽ ആശ്വാസം പ്രാപിപ്പാ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഓരോ വിപത്തുകൾ ആമേ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും, ഈ സ്നേഹ സ്വരൂപനൻ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും, സ്വരൂപനൻ ആത്മസ്നേഹിതൻ. ആമേ. ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം.